ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൊളവേലി മുരളീധരൻ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ആശ്വാസകരമായിട്ടുള്ള ഇന്നത്തെ ഈ പ്രഭാതത്തിൽ വളരെ ചൂടുകൊണ്ട് മൂർച്ഛിച്ചിരുന്ന സന്ദർഭത്തിൽ നമുക്ക് അല്പം മഴ ലഭിക്കുകയും നമ്മുടെയൊക്കെ മണ്ണുകളും മനസ്സുകളുമൊക്കെ ഒന്ന് തണുക്കുകയും ചെയ്തിട്ടുള്ള ഈ സന്തോഷകരമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുവാനും എല്ലാവരെയും അഭിവാദ്യം ചെയ്യാനും സഹോദരൻ്റെ ചരമദിനത്തിൽ നിങ്ങളുമായി കുറച്ചു നേരം സംവദിക്കാൻ സാധിക്കുകയും ചെയ്തതിലുള്ള എൻ്റെ സന്തോഷവും ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് നാം ഈ 21-ാം നൂറ്റാണ്ടിൽ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും കൂടിയാണ്. അല്ലെങ്കിൽ നാം ഇന്ന് സഹോദരനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ആകെ ഗ്രസിച്ചിരിക്കുന്ന സമഗ്രാധിപത്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലും കൂടെയാണ്. ഈ രാഷ്ട്രീയ പ്രതിസന്ധിയെ ഏതാണ്ട് 100 വർഷം മുൻപ് തന്നെ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മുൻകൂട്ടി കാണുകയും കേരള മക്കളെ ഈ ഭീഷണമായിട്ടുള്ള സമഗ്രാധിപത്യ പ്രവണതകളെക്കുറിച്ച് നിരന്തരം പാടിയും പറഞ്ഞും എഴുതിയും അച്ചടിച്ചും വിതരണം ചെയ്തും നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ധീര ശബ്ദവും ഒരു നവോത്ഥാന കർത്തൃത്വവുമാണ് സഹോദരൻ. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനം, കേരളത്തെ ആധുനിക കേരളമാക്കിയ കേരള ആധുനികതയുടെ ഏറ്റവും ധീരനായ മുന്നണി പോരാളിയായിരുന്നു സഹോദരൻ. നമുക്കറിയാം, ജാതിയുടെ ഭ്രാന്താലയമായിരുന്ന, ജാതിയുടെ സ്വരാജ്യമായിരുന്ന തീണ്ടലിൻ്റെയും തൊടിയിലിൻ്റെയും 64 തരം അനാചാരങ്ങളുടെയും ഭീകരമായിട്ടുള്ള പ്രഹേളികളിൽ കുടുങ്ങിക്കിടന്ന അപചയിച്ചു പോയിട്ടുള്ള ഒരു സമൂഹമായിരുന്ന ബ്രാഹ്മണിസം എന്ന് പറയുന്ന ബ്രാഹ്മണ കേന്ദ്രിതവാദം നൂറ്റാണ്ടുകൾ കോട്ട കെട്ടി ബ്രാഹ്മണർ വാഴുന്ന കാലം എന്ന് ആശാൻ സൂചിപ്പിക്കുന്ന ആ ദുരന്ത കാലത്തു നിന്ന് കേരളത്തെ മോചിപ്പിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും ജനായത്വത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പുതിയ ഭാവുക സ്വപ്നങ്ങൾ കേരളത്തെ അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു പരിവർത്തന കർത്തൃത്വമാണ്, അല്ലെങ്കിൽ നവോത്ഥാന ജനനേതാവും ബുദ്ധിജീവിയും ജൈവ ബുദ്ധിജീവിയും കൂടിയാണ് സഹോദരൻ. അപ്പം ആ രീതിയിലാണ് സഹോദരൻ ഇപ്പോൾ വീണ്ടെടുക്കപ്പെടുന്നത്. 21-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ രചനകൾ 20കളിലും 30കളിലുമാണ് ആദ്യമായി അച്ചടിച്ച് പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ജേണൽ തുടങ്ങുന്നത് സഹോദരൻ എന്ന് പറയുന്നത് ആദ്യം ഒരു മാസികയായി തുടങ്ങുകയും പിന്നീട് പത്രമായി വരികയും 1917 മുതൽ ഏതാണ്ട് 1956 വരെ ഏതാണ്ട് 40 വർഷം, 39-ലധികം വർഷം നീണ്ട ഐതിഹാസികമായ ഒരു പത്രപ്രവർത്തന ചരിത്രമാണ് സഹോദരൻ അവശേഷിപ്പിക്കുന്നത്. സഹോദരൻ്റെ പല കോപ്പികളും ഇപ്പോൾ ലഭ്യമല്ല. അപ്പം അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന നവമാധ്യമ പ്രവർത്തകരായ ബാൻശ്രീയെ പോലെയുള്ള ആൾക്കാർ ഇപ്പം അപ്പം തമ്പുരാനിലും കേരളത്തിൻ്റെ ആർക്കൈവുകളിലും കൊച്ചിയുടെ പഴയ ആർക്കൈവിലും ഒക്കെ ട്രാവൻകൂർ ആർക്കൈവ്സിലൊക്കെ പോയി തിരഞ്ഞു നോക്കുമ്പോൾ ഈ 40 വർഷത്തോളം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ അക്ഷര സമരം, അനശ്വരമായ അക്ഷര സമരം, അതിൻ്റെ അവശേഷിപ്പുകൾ പോലും നമുക്കിന്ന് ലഭ്യമല്ല. അത് ഡിജിറ്റൈസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ബഹുജനങ്ങൾക്ക് ലഭ്യമല്ല. അതിൻ്റെ ആകെയുണ്ടായിരുന്ന 1-2 കോപ്പികൾ പോലും ഏതെങ്കിലും വ്യക്തികളുടെ പ്രൈവറ്റ് കളക്ഷനിൽ എന്നുള്ളതിലപ്പുറത്തേക്ക് അതുപോലും പൂർണ്ണമല്ല. നമുക്ക് നമ്മുടെ ഭരണകൂട ഉപാധികളിൽ നിന്ന്, ആർക്കൈവുകളിൽ നിന്ന് ലഭ്യമല്ല. വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ സഹോദരൻ പത്രത്തിൻ്റെയും സഹോദരൻ മാസികയുടെയും കോപ്പികൾ പോലും നമുക്ക് ലഭ്യമല്ല എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭീഷണമായിട്ടുള്ള ഒരു ചരിത്ര വിസ്മരണത്തിൻ്റെ
പ്രതിസന്ധിയിലും കൂടിയാണ് നാം സഹോദരനെ കുറിച്ച് പുനരാലോചന ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും എഴുത്തുകളും സമ്പൂർണ്ണമായി നമുക്ക് ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയലുകളും മുഖപ്രസംഗങ്ങളും നീണ്ട ദീർഘമായ ലേഖനങ്ങളും പരിഭാഷകളും ഒക്കെ തന്നെ നമുക്ക് പൂർണ്ണമായി ലഭ്യമല്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നാം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമായ രീതിയിൽ സഹോദരനെ വീണ്ടെടുക്കാനുള്ള ഒരു 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 പരിശ്രമത്തിൻ്റെ തുടക്കം എന്ന നിലയിലാണ് പല ചെറിയ പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റേതും അത്തരത്തിലുള്ള ഒരു എളിയ പരിശ്രമമായിരുന്നു. യഥാർത്ഥത്തിൽ സഹോദരൻ്റെ ഒരു ജീവചരിത്രം ഏതാണ്ട് പൂർണ്ണമായ എന്ന് അവകാശപ്പെടാവുന്ന ഒരു ജീവചരിത്രം എഴുതുക എന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള പി കെ ബാലകൃഷ്ണന്റെയും മറ്റും ഒരു ജീവിത സ്വപ്നം തന്നെയായിരുന്നു. പി കെ ബാലകൃഷ്ണൻ പലപ്പോഴും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ചരിത്ര രചനയായിട്ടുള്ള കേരള ചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ച അല്ലെങ്കിൽ ഗതിമാറ്റം നടത്തിയ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന തൻ്റെ പ്രധാനപ്പെട്ട രചന തന്നെ സഹോദരനാണ് സമർപ്പിച്ചിരിക്കുന്നത്. സഹോദരൻ്റെ ജീവചരിത്രം എഴുതണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് നടന്നിട്ടില്ല. തൻ്റെ മറ്റൊരു ചരിത്രകൃതി, കേരള ചരിത്രത്തിനെ വഴിമാറ്റിയ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും സഹോദരൻ അയ്യപ്പനാണ് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മറ്റ് സനു മാസ്റ്ററുടെയും അല്ലെങ്കിൽ ഷൊർണൂർ കാർത്തികേയന്റെയും ഗീതാ സുരാജിന്റെയും അതുപോലെ തന്നെ കെ സുബ്രഹ്മണ്യത്തിന്റെയും, സുബ്രഹ്മണ്യം വക്കീൽ എന്ന സഹോദരന്റെ ജൂനിയർ വക്കീലും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയുമായിരുന്ന കെ സുബ്രഹ്മണ്യം, കൊച്ചിയിലെ കെ സുബ്രഹ്മണ്യം വക്കീൽ, അദ്ദേഹമാണ് ഏതാണ്ട് സഹോദരന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, സഹോദരന്റെ മരണാനന്തരമാണ്, 68 അദ്ദേഹം മരണപ്പെട്ടു. 1889 അദ്ദേഹത്തിന്റെ ജനനം. നമുക്കറിയാം, 1888 നാരായണഗുരുവിന്റെ വിഖ്യാതമായിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ കേരള ചരിത്രത്തെ മാറ്റിമറിച്ച വ്യത്യസ്തമായ ഒരു അടയാളപ്പെടുത്തൽ, കീഴാളമായിട്ടുള്ള ഒരു ആത്മീയതയും മാനവികമായിട്ടുള്ള പ്രവാചക സ്വഭാവമുള്ള ഒരു പുതിയ ധാർമ്മികതയും കേരളത്തിൽ മുന്നോട്ട് വച്ച, കേരളത്തിന്റെ പൗരോഹിത്യ അൺകോയ്മയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ ചൂഷണ തന്ത്രങ്ങളെയും പ്രതിഷ്ഠാപന വിദ്യകളെയും അട്ടിമറിച്ചുകൊണ്ട് നാണുവാശാൻ അരുവിപ്പുറത്ത് നടത്തിയ 1888 അനശ്വരമായിട്ടുള്ള വിഖ്യാതമായ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജനനം. അതുപോലെ 1968 അദ്ദേഹം കൊച്ചിയിൽ നിന്ന് നമ്മോട് വിടവാങ്ങുകയും ചെയ്തു. അപ്പൊ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി നടന്ന സുബ്രഹ്മണ്യം വക്കീലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പല കുറിപ്പുകളും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ പദ്യകൃതികളും ഏതാണ്ട്, അത് അപൂർണമാണ്, ഇപ്പോഴും അപൂർണമായി അവശേഷിക്കുന്നു, ഏതാണ്ട് അതൊക്കെ സമാഹരിച്ചെടുക്കുകയും അത് തൻ്റെ സഹോദരൻ അയ്യപ്പൻ എന്ന കെ സുബ്രഹ്മണ്യത്തിന്റെ ആ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഉൾച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും അമൂല്യമായ ഒരു രേഖ അഡ്വക്കേറ്റ് കെ സുബ്രഹ്മണ്യത്തിന്റെ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അപ്പം അതിനുശേഷമാണ് നമുക്ക് സാനു മാസ്റ്ററുടെ ആ ജീവചരിത്രം ഉണ്ടായി വന്നിട്ടുള്ളത്. അതിലും നമുക്ക് വളരെ അപൂർവവും വളരെ അനന്യവുമായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, നാരായണഗുരുവുമായി സഹോദരൻ നടത്തിയ ദീർഘമായ സംഭാഷണങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ സഹോദരന്റെ പത്രപ്രവർത്തന, എഴുത്ത് പ്രക്രിയകളെ കുറിച്ച് ഒക്കെയുള്ള വിശദാംശങ്ങൾ നമുക്ക് സാനു മാസ്റ്ററുടെ ജീവചരിത്രത്തിലും കാണാം. അപ്പൊ ആ പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള പി കെ ബാലകൃഷ്ണൻ നാരായണഗുരു എന്ന സമാഹാര ഗ്രന്ഥം 1955 തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ തന്നെ എഡിറ്റഡ് ആന്തോളജികളിൽ, സമാഹാര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അനന്യമായ, ഇപ്പോഴും എല്ലാവർക്കും മാതൃകയായി നിൽക്കുന്ന നാരായണഗുരു എന്ന സമാഹാര ഗ്രന്ഥം സാധ്യമാക്കിയ ശ്രീ പി കെ ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള എടവനക്കാട് നിന്നുള്ള പി കെ ബാലകൃഷ്ണൻ, ചെറായിയുടെയൊക്കെ അടുത്തുള്ള പി കെ ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഹോദരനെ കുറിച്ച് ഒരു ജീവചരിത്രം, നാരായണഗുരുവിനെ കുറിച്ച് ചെയ്തതുപോലെയെങ്കിലുമുള്ള ഒരു സമാഹരണ ഗ്രന്ഥമോ ഒരു ജീവചരിത്രമോ സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ എന്തൊക്കെയോ തിരക്കുകൾ കൊണ്ടോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരന്റെ ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും അപൂർണമാണ്. നിരവധി പുസ്തകങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും. അപ്പോൾ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ച് തന്നെ ജി പ്രിയദർശന്റെ പ്രക്ഷോഭകാരിയായ പത്രപ്രവർത്തകൻ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിലൊരു പുസ്തകമുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സമഗ്രമായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് നാം വീണ്ടും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ എഴുത്തുകളെല്ലാം സമാഹരിക്കുകയും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ലോകമെങ്ങും ഉള്ള ബഹുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഡിജിറ്റൈസ് ചെയ്യുകയും ഇന്റർനെറ്റിൽ അത് ലഭ്യമാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ഒരു സമീക്ഷയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും സഹോദരൻ ജനിച്ചു വീണ കൊച്ചിയും അതിനോട് ചേർന്ന് കിടന്ന തിരുവിതാംകൂറും അദ്ദേഹത്തിന്റെ ജന്മകാലമായിട്ടുള്ള 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അതിഭീകരമായ വർണ്ണാശ്രമധർമ്മത്തിന്റെ കുടിലതകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നമുക്കറിയാം, സഹോദരൻ തന്നെ അത് തൻ്റെ ജീവിതകാലത്ത്, തൻ്റെ വിദ്യാഭ്യാസകാലത്ത്, തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസകാലത്തും മറ്റും അദ്ദേഹം നേരിട്ട് ജാതി വിവേചനത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും തീണ്ടലിൻ്റെയും കോമരങ്ങളെ നേരിട്ട് കാണുകയും അതിലൂടെ തൻ്റെ വിമർശബോധത്തെ തെളിയിച്ചെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കുടിപ്പള്ളിക്കൂടത്തിലെ വിദ്യാഭ്യാസം മലയാളം, സംസ്കൃതം, അമരകോശവും മറ്റും പഠിച്ചതിന് ശേഷം അദ്ദേഹം ഇംഗ്ലീഷിലാണ്. ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായിട്ടുള്ള അച്യുതൻ വൈദ്യർ, നമുക്കറിയാം, കൊച്ചാവു വൈദ്യരുടെയും ഉണ്ണൂലിയുടെയും മകനായിട്ടാണ് അദ്ദേഹം കുമ്പളത്ത് പറമ്പിൽ ചെറായിൽ അദ്ദേഹം ഭുജാതനാകുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയതിനാൽ അച്യുതൻ വൈദ്യരായിരുന്നു, കുമ്പളത്ത് പറമ്പിൽ അച്യുതൻ വൈദ്യരായിരുന്നു മൂത്ത സഹോദരൻ. അദ്ദേഹമായിരുന്നു ചുമതലക്കാരൻ. അദ്ദേഹം ഭാഗ്യവശാൽ അദ്ദേഹത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ഇംഗ്ലീഷ് സ്കൂളിൽ അയക്കുകയും ചെയ്തു. അതിനുശേഷം കോഴിക്കോട്ട് പോയിട്ടാണ് അദ്ദേഹം അന്നത്തെ ബാസൽ മിഷന്റെ കോളേജായിട്ടുള്ള, മിഷണറിമാരുടെ കോളേജായിട്ടുള്ള, ഇന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ന് അതിന്റെ ദേവഗിരി കോളേജ് എന്നോ കോളേജിന്റെ പേര് മാറി, അന്ന് ബാസൽ മിഷൻ കോളേജായിരുന്നു. അവിടെ പോയിട്ടാണ് അദ്ദേഹം ഇന്റർമീഡിയറ്റിന് പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആധുനിക വിദ്യാഭ്യാസം, ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ കൊളോണിയൽ ആധുനികത പകർന്നു തന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ലോകത്തെക്കുറിച്ചും യൂറോപ്യൻ തത്വചിന്തയെക്കുറിച്ചും യൂറോപ്യൻ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ചും സാമൂഹ്യ ശാസ്ത്രങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം, അംബേദ്കറെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ആധുനികമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള നവീന വിദ്യാഭ്യാസം കിട്ടാൻ ഉള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശ ചിന്ത ഉയർന്നു വരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും കേരള ചരിത്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ രൂപീകരണത്തെക്കുറിച്ചും ഒക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ യഥാർത്ഥത്തിൽ യൂറോപ്യൻ ആധുനികതയുടെ ഒരു പരിസരത്ത് നിന്നാണ് അത് ഉയർന്നു വരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ തന്നെ ഗുരുവായിട്ടുള്ള നാരായണഗുരു പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പി കെ ബാലകൃഷ്ണനും മറ്റ് ഗ്രന്ഥകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നാരായണഗുരു എന്ന സമാഹാര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ് അവർ എന്നാണ് ബ്രിട്ടീഷുകാരെ കുറിച്ച് നാരായണഗുരു തന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഹിന്ദു സന്യാസിമാരൊന്നുമല്ല ദീക്ഷ തന്നത്, നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണവർ എന്ന് നാരായണഗുരു തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്, അല്ലെങ്കിൽ പാശ്ചാത്യരെ കുറിച്ചാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ ജ്ഞാനോദയ ചിന്തയുടെ യൂറോപ്യൻ തത്വശാസ്ത്രത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ആധുനികതയുടെ ആധാരമായ യൂറോപ്യൻ ജ്ഞാനോദയ ചിന്തയെക്കുറിച്ചാണ് നാരായണഗുരു ഈ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, രാമന്റെ കാലത്താണെങ്കിൽ ശംഭൂകന്റെ ഗതിയാവും നമുക്കുണ്ടാവുക എന്നും നാരായണഗുരു വളരെ വളരെ ആർജവത്തോടുകൂടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്നാണ് അദ്ദേഹം അതിന്റെ യുക്തീകരണമായിട്ട് ചോദിച്ച പ്രസക്തമായ ചോദ്യം. മനുസ്മൃതിയുടെ വാഴ്ചയായിരുന്നു ഇവിടെ ഏതാണ്ട് AD 8-ാം നൂറ്റാണ്ട് മുതൽ തെക്കേ ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ചും ബ്രാഹ്മണ്യം സ്ഥാപിച്ച ശ്രുതിസ്മൃതി പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും വാഴ്ചയായിരുന്നു ഇവിടെ. മനുസ്മൃതിയായിരുന്നു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മഹാരാജാക്കന്മാരുടെ കോഡ് ഓഫ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമസംഹിത മനുസ്മൃതിയായിരുന്നു. അപ്പൊ മനുസ്മൃതി അനുസരിച്ച് നമുക്കറിയാം
ശൂദ്രമക്ഷര സംയുക്തം ദുരേ പരിവർജ്യതേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി തുടങ്ങിയ തികച്ചും കിരാതമായിട്ടുള്ള, തികച്ചും മനുഷ്യവിരുദ്ധമായിട്ടുള്ള, സമഭാവനയ്ക്കും നീതിക്കും നിരക്കാത്ത ഒരു ഹിന്ദു നിയമാവലിയെയാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത്. അംബേദ്കറും മറ്റും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സഹോദരൻ അതിനെക്കുറിച്ച് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. പുരോഹിത ജാലം തുടങ്ങിയ കവിതകളിൽ സഹോദരൻ വിശദീകരിക്കുന്നത് ഈ ബ്രാഹ്മണ കേന്ദ്രീകൃതമായ, ഒരേ കുറ്റകൃത്യത്തിന് ബ്രാഹ്മണനൊരു പ്രത്യേക ശിക്ഷയും ശൂദ്രന് മറ്റൊരു ശിക്ഷയും വിധിക്കുന്ന ഇരട്ടത്താപ്പ്, അതാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. അപ്പൊ മനുസ്മൃതിയുടെ സ്വന്തം രാജ്യമായിരുന്നു നമ്മുടെ കേരളം, പ്രത്യേകിച്ചും കൊച്ചിയും തിരുവിതാംകൂറും. മലബാറിൽ സ്ഥിതി കുറച്ച് വ്യത്യാസമായിരുന്നു. കാരണം 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ മൈസൂർ അധിനിവേശം ഉണ്ടാവുകയും ജാതി ജന്മിത്വത്തെ ഏതാണ്ട് ഹൈദരും ടിപ്പുവും കൂടി ഏതാണ്ട് അതിനെ ഒന്ന് നിയന്ത്രിക്കുകയും ചെയ്തു. ടിപ്പുവിന്റെ പടയോട്ടവും അതിനെ തുടർന്നുണ്ടായ ടിപ്പുവിന്റെ വധത്തെയും തുടർന്ന് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം അത് ബ്രിട്ടീഷ് മലബാർ പ്രസിഡൻസിയിലേക്ക് പോയതുകൊണ്ട് മലബാറിൽ ഈ പറയുന്ന ജാതി വിവേചനം 18-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ ഹൈദരുടെയും ടിപ്പുവിന്റെയും കാലം മുതൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്തും അത്രമാത്രം ഉണ്ടായിരുന്നില്ല. അപ്പൊ മലബാറിൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ സേവന രംഗത്തും അല്ലെങ്കിൽ സർക്കാർ സർവീസുകളിലും ആ കാലം മുതൽ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ വിവേചനം ഇല്ലാതിരുന്നതുകൊണ്ട് പല അവർണർക്കും, ഇപ്പൊ ചുരിയ കണാരനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ സബ് കളക്ടർ വരെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ സബ് കളക്ടർ, റവന്യൂ വകുപ്പിൽ സബ് കളക്ടർ വരെ ആകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വക്കീലന്മാർക്ക് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു, ഭിഷഗ്വരന്മാർക്ക് അവിടെ മെഡിക്കൽ സർവീസിൽ ചേരാമായിരുന്നു. പക്ഷേ ഡോക്ടർ പൽപ്പുവിനെ തിരുവിതാംകൂറിൽ അത് ആയിരുന്നില്ല സ്ഥിതി, അല്ലെങ്കിൽ കൊച്ചിയിൽ അതായിരുന്നില്ല സ്ഥിതി. മനുസ്മൃതിയുടെ ഭരണമായിരുന്നു. നമുക്കറിയാം പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിയിൽ നേരിട്ട വിവേചനങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടർ പൽപ്പു തിരുവിതാംകൂറിൽ നേരിട്ട വിവേചനങ്ങൾ. ആ വിവേചനത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം മൈസൂർ സ്റ്റേറ്റിലേക്ക് പോവുകയും അവിടുത്തെ സർവീസിൽ ചേർന്ന് സർജനായി മാറുകയും പിന്നീട് കേരളത്തിലേക്ക് വന്ന് മലയാളി മെമ്മോറിയലിന്റെ ഭാഗമായി, ഈഴവ മെമ്മോറിയലിന്റെ ഭാഗമായി, അതുപോലെ 1903 SNDP യോഗത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സംഘടനാ പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്തു. അപ്പോ അതിഭീകരമായ ജാതി വിവേചനത്തിന്റെ, അതാണ് പരീക്ഷ പാസ്സായി 1ാം റാങ്കുമായി വരുന്ന ഒരു ഭിഷഗ്വരനെ പോലും, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ, മെഡിക്കൽ ഡോക്ടറെ പോലും സർവീസിൽ ചേർക്കാത്ത രീതിയിൽ, ചോവന് ചെത്തുമതി എന്ന രീതിയിൽ അതിൽ നോട്ടെഴുതുന്ന ഒരു ഭരണകൂടവും, ജാതി ഹിന്ദുത്വത്തിന്റെ ഭരണകൂടവും മനുസ്മൃതിയുടെ ഭരണകൂടവുമാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് മധ്യം വരെയൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ചും മധ്യ ദക്ഷിണ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള അതിഭീകരമായ വിവേചനം, അതിന് സാമൂഹ്യ അനീതിയുടെ സ്ഥാപനവൽക്കരണം, ഇപ്പൊ രോഹിത് വെമുലയെ പോലെയുള്ള ധീര രക്തസാക്ഷികളെ നമുക്കറിയാം. സ്ഥാപനവൽകൃത ഹിംസയിലൂടെയാണ് ദളിതരും പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് പോലും ഇപ്പോ എലിമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനിഹിലേറ്റ് ചെയ്യുകയാണ്. ജാതീയ ഉന്മൂലനം ചെയ്യുന്നതിന് പകരം ഇവിടെ ദലിത ബഹുജന വിദ്യാർത്ഥികളെ, അവർണരായിട്ടുള്ള വിദ്യാർത്ഥികളെയും ന്യൂനപക്ഷ വിദ്യാർത്ഥികളെയുമാണ് ഇവിടെ പുറന്തള്ളുന്നത്. പബ്ലിക് ഫണ്ട് കൊണ്ട് നടത്തുന്ന പ്രക്ഷാളനങ്ങളും ഭീകരമായിട്ടുള്ള അപരവൽക്കരണങ്ങളുമാണ് ഇപ്പോഴും നടമാടുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സ്വരാജ്യമായിരുന്നു നമ്മുടെ കേരളം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. 19-ാം നൂറ്റാണ്ടിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. അതിഭീകരമായിട്ടുള്ള ജാതിമർദ്ദനങ്ങൾ നമുക്കറിയാം. ദളവാക്കുളം കൂട്ടക്കൊലയെക്കുറിച്ച്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ദളവാക്കുളം മാർച്ചും അതിനെ തുടർന്ന് വേലുത്തമ്പിയുടെ കിങ്കരന്മാർ വൈക്കത്ത് നടത്തിയ ദളവാക്കുളം കൂട്ടക്കൊല, അതുപോലെ 1803 നടന്ന ചേർത്തലയിലെ അവർണ സ്ത്രീയായിരുന്ന നങ്ങേലി നടത്തിയ ആത്മബലി, മുലക്കരം അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ മുലയരിഞ്ഞ് കൊടുത്തുകൊണ്ട് ആ കരംപിരിവുകാരന്റെ തിരുവിതാംകൂർ പ്രവൃത്തിയാരുടെ മുമ്പിലേക്ക് തന്റെ മുലയരിഞ്ഞു കൊടുത്തുകൊണ്ട് മുലക്കരം അവസാനിപ്പിച്ച അവർണ സ്ത്രീയായിട്ടുള്ള നങ്ങേലിയുടെ ധീരമായ ബലി, ഇത്തരത്തിലുള്ള നിരവധി മനുഷ്യാവകാശ സമരങ്ങൾ, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നാടാർ സമരങ്ങളുമായി ബന്ധപ്പെട്ട് 1820 മുതൽ നാഞ്ചിനാട്ടിൽ നിരന്തരം നടന്നിട്ടുള്ള മാറുമറയ്ക്കൽ പോരാട്ട സമരങ്ങൾ, നാടാർ സ്ത്രീകൾ തുടങ്ങിവെച്ച ആ ധീരമായ സമരങ്ങൾ, അതിന്റെ തുടർച്ചയായിട്ട് കായംകുളം ഭാഗത്ത് കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ, മാറുമറയ്ക്കൽ സമരം, മൂക്കുത്തി സമരം, അതുപോലെ ആദ്യത്തെ കാർഷിക പണിമുടക്ക്,
ഇത്തരത്തിലുള്ള വളരെ ധീരമായിട്ടുള്ള കളിയോഗ സ്ഥാപനം, ലൈബ്രറി, രാത്രിയിലുള്ള പള്ളിക്കൂടം, നാരായണ ഗുരുവിനെ പോലും പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ആണ്. വാരണപ്പള്ളിയിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. വാരണപ്പള്ളിയിലാണല്ലോ, കായംകുളത്തിനടുത്തുള്ള വാരണപ്പള്ളിയിലാണ് നാരായണ ഗുരു തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിച്ചു കൂട്ടിയത്. അപ്പൊ ആ കാലത്ത് അദ്ദേഹം അവിടെ കാണുകയാണ് അച്ഛനില്ലാത്ത 2 കുട്ടികളും ഒരു സ്ത്രീയും. ആരാണിത് ചോദിച്ചപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ 2 മക്കളാണ് ഈ അച്ഛനില്ലാത്ത കുട്ടികൾ. അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ്. 1874 അദ്ദേഹം വധിക്കപ്പെടുകയാണ്. ജാതി ജന്മിത്വവും രാജാധികാരവും ബ്രാഹ്മണിസവും എല്ലാം കൂടി ഒരു വാടക കൊലയാളിയെ കൊണ്ടുവന്ന്, തൊപ്പിയിട്ട കിട്ടണമെന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ശത്രുവിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഉറങ്ങിക്കിടന്ന സമയത്ത്, തന്റെ വള്ളത്തിൽ കായംകുളം കായലിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള ജാതിക്കെതിരെ പോരാടിയിട്ടുള്ള, അല്ലെങ്കിൽ സാമൂഹ്യ അധീശത്വത്തെ, ജാതിജന്മത്തെ, ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചിട്ടുള്ള പോരാളികൾക്ക്, അവർണരായ പോരാളികളെ ഈ രീതിയിൽ വധിക്കുകയും കായികമായി തന്നെ കൊലപ്പെടുത്തി ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇത് സംഭവിച്ചത് 1874 19ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് അവസാനത്തിലാണ്. നാരായണ ഗുരു ജനിക്കുന്നത് ഈ പറഞ്ഞ 1856 അപ്പൊ നാരായണ ഗുരുവിന് ഏതാണ്ട് പ്രായമുള്ള അവസരത്തിലാണ് അദ്ദേഹം വാരണപ്പള്ളിയിൽ ചെന്നപ്പോഴാണ് ഈ കുട്ടികളെയും, അച്ഛനില്ലാത്ത ഈ കുട്ടികളെയും ഈ ഭാര്യയെയും കണ്ടത്. വെളുമ്പി പണിക്കെത്തി എന്ന് പറയുന്ന ഈ സ്ത്രീയെയും കണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ പോലും പ്രചോദിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ മനുഷ്യാവകാശ പോരാട്ടങ്ങളും സാമൂഹ്യ പരിഷ്കരണവും ജാതി വിരുദ്ധ പോരാട്ടങ്ങളും തുടങ്ങിവെച്ച മഹാനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ നാരായണ ഗുരു തന്നെ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു പുതിയ പുസ്തകം ദലിത് ബന്ധു എൻഗേജോസിൻ്റെതായി പുറത്തു വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം, നാരായണ ഗുരു ഏതാണ്ട് 2 തവണ വാരണപ്പള്ളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ 2 തവണ പണിക്കരെ കാണാൻ പോയിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള ക്ഷേത്ര പ്രതിഷ്ഠകൾ, മംഗളത്ത് നടത്തിയിട്ടുള്ള 1851 മംഗളം ജ്ഞാനേശ്വരം എന്ന് പറയുന്ന പ്രതിഷ്ഠ, അതുപോലെ ചേർത്തലയ്ക്ക് അടുത്ത് ഇപ്പോൾ പുത്തനമ്പലം എന്ന് പറയുന്ന ചെറുവാരണത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വീരശൈവ തന്ത്രിയായിരുന്ന കണ്ടിയൂർ മറ്റത്തിൽ വിശ്വനാഥൻ ഗുരുക്കളെ കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ബ്രാഹ്മണരുടെ സഹായമില്ലാതെ അവരുടെ എല്ലാ എതിർപ്പുകളെയും രാജഭരണകൂടത്തിന്റെ ഡിക്റ്റേറ്റുകളെയും എല്ലാം ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ 2 പ്രതിഷ്ഠകൾ, ഇത് നാരായണ ഗുരുവിന് ഒരു മാതൃകയായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രതിഷ്ഠാപന വിദ്യ, പ്രതിഷ്ഠാപന കല, അത് വികസിപ്പിക്കുന്നത് ആറാട്ടുപുഴയിൽ നിന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി പോരാട്ടങ്ങൾ, ജാതിവിരുദ്ധമായ പോരാട്ടങ്ങളും രക്തസാക്ഷികളും നമുക്കുണ്ടായിട്ടുണ്ട്. ജാതിക്കെതിരെ പോരാടിയതിന് കൊല ചെയ്യപ്പെട്ട ഒരു ധീര നേതാവാണ്, ജനനേതാവായിരുന്നു ആറാട്ടുപുഴ. അപ്പൊ ഈ രീതിയിൽ നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ ആദ്യമായി പന്തിഭോജനം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്, വ്യക്തികളിൽ ഒരാളും കൂടിയാണ് ആറാട്ടുപുഴ. സഹോദരന്റെ 1917 ചെറായിൽ നടന്ന പന്തിഭോജനം, മിശ്രഭോജനം ലോകപ്രശസ്തമായി. ഇത് യഥാർത്ഥത്തിൽ പ്രാദേശികമായി തുടങ്ങിവെച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ദലിത സഹോദരങ്ങളുമായി ഏകോദര സഹോദരന്മാരായി കഴിയുകയും അവരെ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങളിൽ സഹായിക്കുകയും തന്റെ കളിയോഗത്തിൽ ചേർക്കുകയും കഥകളി സ്റ്റേജിൽ അവരെ അരങ്ങിൽ തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കൊണ്ടുവരികയും അതുപോലെ തന്നെ സർവതന്ത്ര സ്വതന്ത്രമായി നാരായണ ഗുരു ദലിത് കുട്ടികളെ തന്റെ ആശ്രമത്തിൽ താമസിപ്പിച്ച് സ്വന്തം കൂടെ വളർത്തിയതുപോലെ തന്നെയുള്ള ആ പന്തിഭോജനം, മിശ്രഭോജനം തുടങ്ങിവെച്ചതും ഏതാണ്ട് മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ആറാട്ടുപുഴയാണ്. നമുക്കറിയാം തൈക്കാട് അയ്യാവ് ഏതാണ്ട് ഈ സമയത്ത് തന്നെ, അതിന് തൊട്ടു മുമ്പ് തന്നെ നമുക്കറിയാം അയ്യാ വൈകുണ്ഠൻ, നഞ്ചിനാട്ടിൽ വൈകുണ്ഠസ്വാമി എന്നറിയപ്പെടുന്ന അയ്യാ വൈകുണ്ഠർ, അദ്ദേഹം ഈ പറയുന്ന ഒരു പന്തിഭോജനത്തിന്റെ ഒരു സംസ്കാരം അവിടെ ഉയർത്തുകയുണ്ടായി. കണ്ണാടി പ്രതിഷ്ഠയും ഒരേ കടവുൾ ഒരേ ഉലകം എന്നൊക്കെ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളാണ്. നാരായണ ഗുരുവിനെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ്. സഹോദരനിലേക്ക് വരുന്ന ഒരു വിമോചന പാരമ്പര്യം യഥാർത്ഥത്തിൽ ഈ തമിഴ് സിദ്ധ പാരമ്പര്യത്തിലൂടെയാണ്, നാഞ്ചിനാട്ടിലൂടെയാണ് ആ തമിഴ് സിദ്ധ പാരമ്പര്യം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നാരായണ ഗുരുവിലൂടെ സഹോദരനിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ തൈക്കാട് അയ്യാവും അതിനു മുമ്പ് അയ്യാ വൈകുണ്ഠരും ഒക്കെ തന്നെ ഈ പറയുന്ന പന്തിഭോജനത്തിന്റെ ആൾക്കാരായിരുന്നു. പക്ഷെ അത് വളരെയധികം പബ്ലിസൈസ് ചെയ്തുകൊണ്ട്
അല്ലെങ്കിൽ ജാതി ഉന്മൂലനത്തിന്റെ ഒരു കാര്യപരിപാടിയായി വളരെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടുകൂടി നടത്തി എന്നുള്ളതാണ് സഹോദരന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 1888 നാം കണ്ട അരുവിപ്പുറം പ്രതിഷ്ഠ, അതുപോലെ 1893 മഹാനായ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നടത്തിയ വില്ലുവണ്ടി സമരം, അതുപോലെ തന്നെ 1914 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി കായലിൽ നടത്തിയ മഹത്തായ കായൽ സമ്മേളനം, നമുക്കറിയാം അതിൻ്റെ ഒക്കെ അപജയം അടുത്ത കാലത്ത് മോദിയെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെയൊക്കെ കൊച്ചി കായലിലൊക്കെ ഹിന്ദുത്വത്തിലേക്ക് ഒഴുകുന്ന രീതിയിൽ നമ്മുടെ സാമുദായിക അല്ലെങ്കിൽ സാമൂഹ്യ രംഗം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഹിന്ദുവൽക്കരണത്തിന്റെ ഭീഷണി അല്ലെങ്കിൽ രണ്ടാം ആലിംഗനം, ധൃതരാഷ്ട്ര ആലിംഗനത്തിന്റെ ഭീഷണിയിലാണ് നാം നിൽക്കുന്നത്. അപ്പൊ ഈ 3 ചരിത്ര സംഭവങ്ങൾക്ക് ശേഷം കേരള നവോത്ഥാനത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആധുനികതയെ നിർണയിച്ച ഏറ്റവും ഐതിഹാസികമായ ഒരു അടയാളപ്പെടുത്തലാണ് 1917 ഈ പന്തിഭോജൻ അല്ലെങ്കിൽ മിശ്രഭോജനം. ഒരേ പന്തിയിലിരുന്നു കൊണ്ട് ജാതി മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് എല്ലാവരും ആത്മസഹോദരരെന്നല്ലോ പറയേണ്ടത് ഓർക്കിൽ നാം എന്ന് തൻ്റെ ഗുരുവായ നാരായണ ഗുരു പറഞ്ഞപ്പോൾ അതിനെ പ്രയോഗപരമായി അതിനെ കാണിച്ചു കൊടുത്ത, അടയാളപ്പെടുത്തിയ ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു സാമൂഹ്യ പ്രയോഗമാണ്. സമഭാവനയുടെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യ പ്രയോഗം എന്ന നിലയിലാണ് അദ്ദേഹം 1917 പന്തിഭോജനം സാധ്യമാക്കിയത്. അപ്പോൾ നമുക്കറിയാം, പള്ളിപ്പുറത്തുള്ള അയ്യര് എന്ന് പറയുന്ന ആ ഒരു പുലയക്കുട്ടിയെ കൊണ്ട് ഭക്ഷണം വിളമ്പിച്ചും അതെല്ലാവരും കൂടി പങ്കിട്ട് ഭക്ഷിച്ചും ഒക്കെ നടത്തിയിട്ടുള്ള വളരെ ആർദ്രമായിട്ടുള്ള, വളരെ മാനവികമായ, വളരെ കരുണാർദ്രമായ നാരായണ ഗുരുവിന്റെ ഏറ്റവും വലിയ സംഭാവന അതാണ്. അനുകമ്പയുടെ, കരുണയുടെ, കാരുണ്യത്തിന്റെ, ദയയുടെ, മാനവ മൈത്രിയുടെ ഒരു പ്രബുദ്ധമായ സംസ്കാരത്തെയാണ് നാരായണ ഗുരു യഥാർത്ഥത്തിൽ കേരളത്തിൽ പുനരുജ്ജീവിപ്പിച്ചത്. ജാതി ലഹളകൾ കൊണ്ടും ജാതിയുടെ കൊടിയ വിവേചനങ്ങളും ക്രൂരതകളും കൊണ്ടും കെട്ടുപോയിരുന്ന ഒരു സ്ഥലത്തെ യഥാർത്ഥത്തിൽ കരുണയുടെയും അനുകമ്പയുടെയും ഒരു കാരുണ്യ മാതൃകാസ്ഥാനമായിട്ടാണ് അദ്ദേഹം വികസിപ്പിച്ചു കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും വളരെ സുവ്യക്തമായിട്ടുള്ള, ഏറ്റവും പ്രകടനാത്മകമായ ഒരു സാമൂഹ്യ പ്രയോഗമാണ് തൻ്റെ പന്തിഭോജനത്തിലൂടെ സഹോദരൻ സാധ്യമാക്കിയത്. അപ്പം അതുപോലെ തന്നെ സാഹോദര്യ സംഘത്തിൻ്റെ സ്ഥാപനം, മിശ്ര വിവാഹ സംഘത്തിൻ്റെ സ്ഥാപനം, യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനം, യുക്തിവാദിയുടെ എഡിറ്റോറിയൽ ബോർഡിൽ അദ്ദേഹം ദീർഘകാലം ഉണ്ടായിരുന്നു. സഹോദരൻ എന്ന പത്രം മാത്രമല്ല, യുക്തിവാദി എന്ന മാസികയുടെ എഡിറ്റോറിയൽ ബോർഡിലും അദ്ദേഹം നിസ്തുലമായ സംഭാവനകൾ നൽകുകയും കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തെ അതിൻ്റെ ആദ്യ ദശകങ്ങളിൽ വഴി നടത്തുന്നതിൽ നിർണായകമായ സംഭാവനകൾ കേരളത്തിലെ തന്നെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളിലെ മുൻനിര നേതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. ഇതുപോലെ തന്നെ അദ്ദേഹം ജാതി നശീകരണത്തിൻ്റെ പ്രസ്ഥാനം, മനുഷ്യാവകാശ പ്രഖ്യാപനം 1945 കൊച്ചിയിൽ വെച്ച് അദ്ദേഹം മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. ഇത് UN നടത്തുന്ന 1948 UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പോലും മാതൃകയും അതിന് ഒരു പൂർവ്വ മാതൃകയും 3 വർഷം മുമ്പാണ്. UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് 3 വർഷം മുമ്പ് 1945 മഹാരാജാസ് കോളേജിന്റെ ആ ഭാഗത്ത് വെച്ച് അദ്ദേഹം നടത്തുന്ന ഈഴവരുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈഴവരും മനുഷ്യരാണെന്നും അവർക്ക് സാമൂഹ്യവും രാഷ്ട്രീയവും സാമുദായികവുമായിട്ടുള്ള അവകാശങ്ങളുണ്ടെന്നും അത് പ്രഖ്യാപനം ചെയ്യുന്ന, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യ സ്പഷ്ടീകരണങ്ങളോടുകൂടി അത് പ്രഖ്യാപനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഐതിഹാസികമായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1945 അദ്ദേഹം നടത്തുകയാണ്. അപ്പോൾ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനം, കേരളത്തിലെ മനുഷ്യാവകാശ പ്രസ്ഥാനം, അതുപോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, നമുക്കറിയാം നാരായണ ഗുരു വടപ്പുറം ബാവയുമായി നടത്തിയ ഒരു സംഭാഷണത്തിലൂടെയാണ് പിന്നെ ആലപ്പുഴയിലെ തൊഴിലാളികളുടെ സംഘാടനത്തിലേക്ക്, ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലേക്ക് വടപ്പുറം ബാവ ഉണ്ടാകുന്നത്. അപ്പൊ വേലക്കാരൻ എന്ന് പറയുന്ന ഒരു മാസിക തന്നെ ലോഞ്ച് ചെയ്തുകൊണ്ട്
കുറച്ച് നാളെ നടന്നുള്ളൂ. എങ്കിൽ പോലും കേരളത്തിന്റെ ട്രേഡ് യൂണിയൻ ചരിത്രം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ തൊഴിലാളികളുടെ സംഘടനാ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് സഹോദരൻ നാരായണഗുരു മാത്രമല്ല, സഹോദരൻ അതിലൊരു നിർണായകമായ പങ്ക് വഹിക്കുകയും വാടപ്പുറം ബാവയുമായിട്ട് ആലപ്പുഴയിലെ കയർ തൊഴിലാളികളും മറ്റ് കശുവണ്ടി തൊഴിലാളികളും നിരവധി തൊഴിലാളികളും ട്രേഡ് യൂണിയൻ നേതാക്കളും ഒക്കെയായി നടത്തിയ നിരന്തര ബന്ധങ്ങളിലൂടെ അദ്ദേഹം വേലക്കാരൻ, ദ വർക്കർ എന്ന പേരിൽ ഒരു ജേണൽ തന്നെ, ഒരു മാസിക തന്നെ ലോഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെയും വളരെ ഗാഢമായി സഹായിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ ആധുനികീകരണത്തിലേക്ക് നയിച്ച ഓരോ പ്രസ്ഥാനങ്ങളും, മനുഷ്യാവകാശ പ്രസ്ഥാനമാകട്ടെ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാകട്ടെ, യുക്തിവാദ പ്രസ്ഥാനമാകട്ടെ, അതുപോലെ പൗരാവകാശ പ്രസ്ഥാനമാകട്ടെ, കേരളത്തിൽ നടന്ന പൗരാവകാശ പ്രക്ഷോഭങ്ങൾ, പ്രത്യേകിച്ചും കൊച്ചിയിലെ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പിന്നീട് കൊച്ചിയിലെയും തിരുക്കൊച്ചിയിലെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിലും നിരവധി പൗരാവകാശ പ്രക്ഷോഭങ്ങൾക്കും പൗരാവകാശ ബില്ലുകൾക്കും അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ട്. അത് പാസാക്കിയെടുക്കുന്നതിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയും ഡെഡിക്കേഷനും അർപ്പണ മനോഭാവത്തോടുകൂടി അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലൊക്കെ ഈ രാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ ഇത്രമാത്രം പ്രവർത്തനങ്ങളിൽ സമയം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നിരവധി വോള്യങ്ങൾ തന്നെ സഹോദരൻ എഴുതുമായിരുന്നു. ഇപ്പൊ അംബേദ്കറെ പോലെ ജ്ഞാനപ്രവർത്തനത്തിന്റെ എഴുത്തിന്റെയും രംഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നിരവധി വോള്യങ്ങൾ സഹോദരൻ്റെതായി ലഭ്യമാകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ബഹുമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാരായണഗുരുവിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ്. ഏതൊക്കെ മേഖലയിലാണ് ഇപ്പൊ പ്രതിഷ്ഠാപന കല എടുത്താൽ നാരായണഗുരുവാണ് കേരളത്തെ അതിലേക്ക് നയിക്കുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ. കലാ സാംസ്കാരിക രാഷ്ട്രീയത്തെക്കുറിച്ച് നോക്കുമ്പോൾ നാരായണഗുരുവാണ് പലതരത്തിലുള്ള നാടകം, കഥാപ്രസംഗം, ഇങ്ങനെയുള്ള പല കലകളും പല കലാരൂപങ്ങളും തന്നെ നാരായണഗുരുവിന്റെ ഉപദേശങ്ങളിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ മേഖലയും, വ്യവസായത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ ഈ രീതിയിൽ ബഹുമുഖമായിട്ടുള്ള ഒരു പ്രതിഭ പല തലങ്ങളിൽ സമൂഹത്തിന്റെ സമഗ്ര മേഖലകളിലും ഓടിയെത്തി അവിടെയെല്ലാം ഇടപെട്ടുകൊണ്ട് നവീകരണത്തിന്റെയും ആധുനികതയുടെയും നീതിയുടെയും ശബ്ദത്തെ മുന്നോട്ട് നയിക്കുക, അതാണ് സഹോദരൻ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു കവിയായിരുന്നു, ഭാഷയുടെ മർമ്മം കണ്ട ഒരു കവിയായിരുന്നു. ഇപ്പൊ കറുപ്പൻ മാഷെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മൂലൂരിനെ കുറിച്ച് പറയുന്നത് പോലെ, മൂലൂർ പത്മനാഭ പണിക്കർ കേരളത്തിലെ ആദ്യത്തെ അനശ്വരനായ അവർണ കവി. കേരള സാഹിത്യ ചരിത്രത്തിൽ കൊടുങ്ങല്ലൂർ കളരിയും കുഞ്ഞിക്കുട്ടൻ തമ്പരാനും ഒക്കെ ആയിട്ട് നടന്ന ദീർഘമായ സാഹിത്യ സംവാദങ്ങളിലൂടെ രാമായണ, കവി മഹാഭാരത വിവാദങ്ങൾ, ചില്ലുവഴക്ക്, പേരിന്റെ അവസാനം എന്ന ചില്ലക്ഷരം ചേർക്കാൻ തന്നെ ഭാഷാഭൂഷണിയിലൂടെയും മറ്റും നിരന്തര സമരങ്ങൾ, വർഷങ്ങൾ നീണ്ടുനിന്ന സാഹിത്യ സമരങ്ങൾ, എഴുത്തു പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള മൂലൂർ പത്മനാഭ പണിക്കർ നാരായണഗുരുവിന്റെ മറ്റൊരു മുതിർന്ന ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹവും കറുപ്പൻ മാഷും സഹോദരനുമാണ് നാരായണഗുരുവിനെ കുറിച്ച് ഈ പ്രബുദ്ധതയുടെ ഒരു പ്രവാചകൻ എന്ന നിലയിൽ, കേരള ആധുനികതയുടെ വിധാതാവ് എന്ന നിലയിൽ കേരള ബുദ്ധൻ എന്ന പ്രയോഗം തന്നെ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ സഹോദരന്റെ രാജാവിന് പ്രത്യക്ഷ പത്രം എന്ന ഒരു നിവേദനത്തിൽ രാജാവിനും റാണിമാർക്കുമൊക്കെയാണ്, തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്കും കൊച്ചി മഹാരാജാവിനും റാണിമാർക്കും ഒക്കെയാണ് അദ്ദേഹം കാവ്യരൂപത്തിലാണ് അദ്ദേഹം കത്തെഴുതുന്നത്. ഒരു പൊതു ലെറ്റർ അല്ലെങ്കിൽ പബ്ലിക് ലെറ്റർ ഫോർ ഡിബേറ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ കാവ്യഭാഷണങ്ങൾ. രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രങ്ങളും കൂടെയായിരുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ, ഈ കോഴിവെട്ടും ഈ പഴയ ദുരാചാരങ്ങളും നിയന്ത്രിച്ചു കൊള്ളുക, അല്ലെങ്കിൽ കാലം മാറിയിരിക്കുന്നു. പാശാൻ പറയുന്നത് പോലെ നിങ്ങളെ തന്നെ ഈ ചട്ടങ്ങൾ മാറ്റിയില്ലെങ്കിൽ ആ ചട്ടങ്ങൾ നിങ്ങളെ തന്നെ മാറ്റും എന്ന രീതിയിൽ രാജാവിനും റാണിക്കും നേരിട്ട് കാവ്യരൂപത്തിൽ കത്തെഴുതുകയായിരുന്നു സഹോദരൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള രാജാവിന്റെ പ്രത്യക്ഷ പത്രം എന്ന കവിതയിലാണ് ശ്രീനാരായണ ബുദ്ധന്റെ എന്നൊരു പ്രയോഗം വരുന്നത്. ശ്രീനാരായണ ബുദ്ധൻ, നാരായണ ബുദ്ധൻ അല്ലെങ്കിൽ കേരള ബുദ്ധൻ, കേരളത്തിന്റെ പ്രബുദ്ധനായ ദാർശനികൻ എന്ന നിലയിൽ, കേരളത്തിന്റെ പ്രബുദ്ധനായ ഒരു ജ്ഞാനസിദ്ധൻ എന്ന നിലയിൽ
നാരായണ ഗുരുവിനെ കുറിച്ചുള്ള പരാമർശം. അതിനു മുമ്പ് തന്നെ മൂലൂര് നടത്തുന്നുണ്ട്. മൂലൂര് ഇദ്ദേഹത്തെ ബുദ്ധനുമായി താരതമ്യം ചെയ്യുന്നു. ബുദ്ധനും ഇത്രമേൽ ജാതിക്കറ തീർന്നു ശുദ്ധനായിട്ടില്ല എന്ന വണ്ണം ശിഷ്യന്റെ സൽഗുണം കീർത്തിച്ച ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗം മൂലൂര് നടത്തുന്നുണ്ട്. സത്യവ്രത സ്വാമികളെ കുറിച്ച് നാരായണ ഗുരു നടത്തിയ ഒരു പ്രയോഗമാണ്. നോക്കൂ, ഇദ്ദേഹത്തെ നോക്കൂ, ബുദ്ധന് പോലും ഇത്രയും ജാതി പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്ന് നാരായണ ഗുരു നടത്തിയ ഒരു ചരിത്ര നിരീക്ഷണം, ഒരു നർമ്മോക്തി, അതിനെ പാഠവൽക്കരിച്ചുകൊണ്ടാണ് മൂലൂർ നാരായണ ഗുരുവിനെ ബുദ്ധനോട് താരതമ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹം നാരായണ ഗുരുവിനെ വീണ്ടും നാരായണ ബുദ്ധൻ എന്ന നിലയിൽ ചമൽക്കാരം ചെയ്തിട്ടുണ്ട്. ഞാൻ പൈമ്പാൽക്കടൽ തിങ്കളായി പാരാഗവേ പൊങ്ങിവിളങ്ങുന്ന നാരായണ ബുദ്ധദേവൻ എന്നൊരു പ്രയോഗം അദ്ദേഹം ഒരു ശ്ലോകത്തിൽ നാരായണ ഗുരുവിനെ കുറിച്ച് നടത്തിയിരിക്കുകയാണ്. അപ്പോ ഈ കവികളാണ് കേരളത്തിന്റെ ഭാഷയെയും സംസ്കാരത്തെയും നിർണയിച്ച, കേരളത്തിന്റെ ആധുനികതയുടേക്ക് കാവ്യാലോചന നടത്തിയിട്ടുള്ള, ഭാഷയുടെ മർമ്മം കണ്ട ഈ കവികളായിട്ടുള്ള മൂലൂരും അതുപോലെ തന്നെ സഹോദരനും കറുപ്പൻ മാഷുമൊക്കെയാണ് നാരായണ ഗുരുവിനെ കേരള ബുദ്ധൻ അല്ലെങ്കിൽ ബുദ്ധനോട് ഉപമിക്കുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ ബുദ്ധ സംസ്കാരത്തെക്കുറിച്ച്, കേരളത്തിന്റെ ബൗദ്ധമായിട്ടുള്ള വളരെ സാംസ്കാരികമായി പ്രബുദ്ധമായ ചരിത്ര വംശാവലികളെക്കുറിച്ച് ഏറ്റവും അധികം എഴുതുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് നാരായണ ഗുരുവിന്റെ ശിഷ്യരായിട്ടുള്ള സഹോദരനും അതുപോലെ തന്നെ മലബാറിൽ പ്രവർത്തിച്ച ചങ്ങരം കോമരത്തെ ശ്രീകൃഷ്ണൻ വക്കീലുമാണ്. മിതവാദി. സഹോദരൻ കൊച്ചിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ അതിന് സമാന്തരമായി കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു രചനയാണ്, അല്ലെങ്കിൽ ഒരു പത്രമാണ് മിതവാദി. ശ്രീകൃഷ്ണനായിരുന്നു, അഡ്വക്കേറ്റ് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ കൃഷ്ണൻ വക്കീൽ എന്ന് പറയുന്ന ചങ്ങരം കൊമരത്ത് കൃഷ്ണനായിരുന്നു അതിൻ്റെ എഡിറ്റർ. നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു ശിഷ്യനായിരുന്നു. സഹോദരൻ തുല്യമായി നാരായണ ഗുരു അതിനെ ധർമ്മകർത്ത എന്ന ആലുവാശ്രമത്തിൻ്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചുകൊണ്ട് ധർമ്മകർത്താവാക്കിയ ഒരു മനുഷ്യനും കൂടെയാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ഒരു വശത്ത് ശ്രീകൃഷ്ണനും ഇവിടെ കൊച്ചിയിലും തിരുവിതാംകൂറിലും സഹോദരനും കൂടിയാണ് കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ മറ്റൊരു വ്യവഹാരത്തെ അഴിച്ചുവിട്ടത്. അതാണ് കേരളത്തിലെ നവബുദ്ധമത പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ നവബുദ്ധമത പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 3 നവബുദ്ധമത പ്രസ്ഥാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ ബുദ്ധിസത്തിന്റെ ജന്മനാടായിരുന്നു. പക്ഷേ ഏതാണ്ട് മധ്യകാലങ്ങളുടെ തുടക്കത്തോടുകൂടി 10 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിൽ വച്ച് ബ്രാഹ്മണ്യം, ജാതി ഹിന്ദുത്വം അതിനെ വംശഹത്യയിലൂടെയും ചതിയിലൂടെയും ഇല്ലായ്മ ചെയ്ത് പുറന്തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. തെരവാദ ബുദ്ധമതത്തെ, പ്രത്യേകിച്ചും ആദിബുദ്ധമതമായ തെരവാദ ബുദ്ധമതത്തെ സിംഹളത്തേക്കും അല്ലെങ്കിൽ സിലോണിലേക്കും മ്യാൻമാറിലേക്കും തായ്ലൻഡിലേക്കും ബഹിഷ്കരിച്ചുകൊണ്ട്, പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയിൽ ജാതിയുടെ തിരിച്ചുവരവിന് മഹായാനം എന്ന് പറയുന്ന ബുദ്ധമത ശാഖയിലൂടെ, പിന്നീട് അതിനെ താന്ത്രികമായിട്ട് അപചയിപ്പിച്ച വജ്രയാനം എന്ന് പറയുന്ന മറ്റൊരു ശാഖയിലൂടെ, താന്ത്രിക ബുദ്ധമതത്തിലൂടെയൊക്കെ അതിനെ ഭിന്നിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ വെടക്കാക്കി തനിക്കാക്കി ആലിംഗനം ചെയ്ത് ബുദ്ധനെ തന്നെ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാക്കിയൊക്കെ സ്വാംശീകരിച്ചെടുക്കുകയാണ് ഹിന്ദുമതം അല്ലെങ്കിൽ ബ്രാഹ്മണ മതം. അപ്പോൾ സഹോദരൻ പറയുന്നത് ഹിന്ദുമതത്തിൽ നിന്ന് ജാതിയെയും ബ്രാഹ്മണ്യത്തെയും വേർതിരിച്ചാൽ പിന്നെ അതിലൊന്നുമില്ല എന്നാണ് സഹോദരൻ പറയുന്നത്. അടിമ തന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല സ്വന്തമാണെന്ന് അവകാശപ്പെടുന്നത് പോലെയാണ് അവർണർ, ദലിതരും ബഹുജനങ്ങളുമായിട്ടുള്ള അവർണർ ഹിന്ദുമതത്തെ സ്വന്തം മതമായി കണക്കാക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കൊല്ലുന്ന മതം എന്ന് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് ഹിന്ദു ബ്രാഹ്മണ മതത്തെക്കുറിച്ചാണ്. അതിൽ നിന്ന് അതിനെ പരിഷ്കരിക്കുക എന്ന് പറയുന്നത് നിഷ്ഫലമാണ്. അദ്ദേഹം വളരെ സുവ്യക്തമായിട്ടുള്ള തൻ്റെ ജീവിത അന്വേഷണത്തിൽ കൂടി, വിചിന്തനത്തിൽ കൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. അതാണ് ആ മതത്വം. ജാതിയെ നശിപ്പിക്കുക, ജാതിയെ ഉന്മൂലനം ചെയ്യുക, അതിൻ്റെ മതത്തെ വ്യക്തികാര്യമാക്കുക. അതാണ് നാരായണ ഗുരു അതിലെടുത്ത വളരെ ഉദാരമായിട്ടുള്ള ഒരു സമീപനം. മതസ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, മതമേതുമാകട്ടെ, പക്ഷെ മനുഷ്യരാണ് നന്നാകേണ്ടത്. പല മതസാരവും ഏകം എന്നൊക്കെയുള്ള വളരെ ദാർശനികവും
വളരെ ബഹുസ്വരവും വളരെ ഉദാരവുമായ ഒരു പരിപ്രേക്ഷ്യമാണ് നാരായണഗുരു എടുത്തത്. അതേസമയം സഹോദരൻ കുറച്ചുകൂടി സൂക്ഷ്മമായ, കുറച്ചുകൂടി ഭവിഷ്യോന്മുഖമായ ഒരു നിലപാടിലേക്ക് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ എത്തിച്ചേരുകയും ഹിന്ദുമതത്തെ പരിഷ്കരിക്കുക എന്ന് പറയുന്നത് നിഷ്ഫലമാണെന്നും, പുത്തനായ ഒരു സമുദ്രം ഇനി കുത്തിക്കാം എന്ന് കരുതുന്നത് പോലെ നിഷ്ഫലമാണ്, ജാതിയില്ലാത്ത അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ഒരു സമുദ്രം പുത്തനായി കുഴിക്കാം എന്ന് കരുതുന്നത് പോലെ നിഷ്ഫലമാണ് ജാതിയില്ലാത്ത ഒരു ഹിന്ദുമതത്തെ ഇനി നമുക്ക് പരിഷ്കരിച്ചെടുക്കാം എന്ന് കരുതുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. തൻ്റെ പാട്ടുകളിലും തൻ്റെ സംഭാഷണങ്ങളിലും എഡിറ്റോറിയലിലും ഒക്കെ അദ്ദേഹം അത് നിരന്തരം ബഹുജനങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തെ അധിനിവേശം ചെയ്ത ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ എല്ലാ ചതിയെയുമാണ് അദ്ദേഹം ഓണപ്പാട്ട് എന്ന കവിതയിലൂടെ പഴയ പാക്കനാരുടെയോ മറ്റോ പഴയ വരികളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഓണപ്പാട്ട് എന്ന കവിതയിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ കോമ്പസിഷനിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന യുക്തികാല ഓണപ്പാട്ട് എന്നൊരു മറ്റൊരു കവിതയും എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് കവിതകളിലും അദ്ദേഹം ഓണപ്പാട്ട് എഴുതിയ പ്രാചീന കവിയെ പാക്കനാരാണെന്ന് പലരും പറയുന്നു. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാക്കനാർ എന്ന പഴയ കവിയുടെ 900 പാട്ടുകളിലെ ഏതോ വരികളിൽ നിന്നാണ് സഹോദരൻ അത് സ്വാംശീകരിച്ചിരിക്കുന്നത് എന്ന ഒരു വാദവുമുണ്ട്. അപ്പം ഏതായാലും ഇതിലൂടെയൊക്കെ തന്നെ ബ്രാഹ്മണാദർശം വെടിഞ്ഞിടേണം, മാബലി വാഴ്ച വരുത്തിടേണം എന്നാണ് അദ്ദേഹം ഓണപ്പാട്ടിലൂടെ വീണ്ടും വീണ്ടും പറയുന്നത്. അതിൻ്റെ ഏതാണ്ട് തുടക്കത്തിലുള്ള വരികൾ മാത്രമാണ് ഇവിടെ പലപ്പോഴും നമ്മൾ പാടുകയും പരസ്യങ്ങളിലും ടെലിവിഷനിലും റേഡിയോയിലും ഒക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഉള്ള വരികളും കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഇപ്പം മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ തുടങ്ങിയ ഒരു ഏതാണ്ട് 8 വരികൾ വരെ വളരെ പ്രശസ്തമാണ്. അതിനുശേഷമുള്ള വരികളാണ് നമുക്ക് തീണ്ടലുമില്ല തൊടിയിലുമില്ല വേണ്ടാതനങ്ങൾ മറ്റൊന്നുമില്ല എന്ന രീതിയിൽ ജാതി വിമർശം, ബ്രാഹ്മണ്യ വിമർശം, അധീശ മതത്തിൻ്റെ പാഷണ്ഡ മതത്തിൻ്റെ ചതിയുടെ രൂക്ഷമായ വിമർശ വിശകലനം അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ, ഓണപ്പാട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാനാവും. അപ്പൊ ഇതിനെയൊക്കെ വീണ്ടെടുക്കുകയും വീണ്ടും പൊതുരംഗത്തേക്ക് പ്രക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജാതി ഹിന്ദുത്വം 2ാം വരവ് നടത്തുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഫാഷിസമായി ജാതി ഹിന്ദുത്വം, ഹിന്ദുത്വത്തിൻ്റെ ഹിന്ദുരാഷ്ട്രവാദവും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും, ഹിന്ദു ദേശീയവാദം സംസ്കാര ദേശീയവാദമായും, സംസ്കാര ദേശീയവാദം എന്ന് പറയുന്നത് ഫാഷിസത്തിൻ്റെ മറ്റൊരു വാക്ക് തന്നെയാണ്, ഒരു പര്യായമാണ്. അപ്പൊ സംസ്കാരത്തെ ദേശീയതയുമായി, മതത്തെ, പ്രമുഖ മതത്തെ, ഭൂരിപക്ഷ മതത്തിന്റെ പഥസഞ്ചലനത്തിലൂടെ, അതിനെ വ്യാജഭൂരിപക്ഷവാദത്തിലൂടെ ദലിതരുടെയും അവർണരുടെയും തലയെണ്ണിക്കൊണ്ട് അതിനെ ഒരു ഭൂരിപക്ഷ ദേശീയതയായി കൊണ്ടുവന്ന് അതിൽ ദേശീയ ബിംബങ്ങളുടെ ഹൈന്ദവീകരണം നടത്തിക്കൊണ്ട് ഒരു സംസ്കാര ദേശീയതയായി ഇന്ന് ഹിന്ദുത്വം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് ബാലറ്റിലൂടെ തന്നെ അധികാരം നേടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മാർച്ച് 9 ശേഷം മാത്രമേ വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ അതിനെക്കുറിച്ച്, UP ഇലക്ഷനും മണിപ്പൂർ ഇലക്ഷനും പഞ്ചാബ് ഇലക്ഷൻ്റെയൊക്കെ ഫലം വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഏറ്റവും ഭീഷണമായിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ച് പലർക്കും വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഈ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഏതാണ്ട് കഴിഞ്ഞ 19 വർഷമായി, ഏതാണ്ട് 1920-കൾ മുതൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയവാദത്തിൻ്റെ തുടക്കം മുതൽ ഇവിടെ അധീശം ശക്തിയാർജിച്ചിരിക്കുന്ന ഒരു സംസ്കാര ദേശീയവാദ വ്യവഹാരമാണ്. ഇതിനെക്കുറിച്ചൊക്കെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ തികച്ചും ബോധവാനായിരുന്നു സഹോദരൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള വിമർശ വീക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഹിന്ദു ബ്രാഹ്മണിസത്തിൻ്റെ ഹിംസയെ പ്രതിരോധിക്കാനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രബുദ്ധ പാരമ്പര്യമായ ബൗദ്ധവാദത്തെക്കുറിച്ചുള്ള തൻ്റെ അന്വേഷണങ്ങൾ പാട്ടുകളിലൂടെയും എഴുത്തുകളിലൂടെയും മറ്റും നടത്തിയത്. അപ്പം അവർ രണ്ടുപേരും, മിതവാദിയും സഹോദരനും CV കുഞ്ഞിരാമനും അതിൽ വളരെ നിർണായകമായിട്ടുള്ള, മൂലൂരിനെ പോലെ തന്നെ CV കുഞ്ഞിരാമനും വളരെ നിർണായകമായിട്ടുള്ള സഹായങ്ങൾ ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ തന്നെ അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ്, ധർമ്മശാസ്താവ് എന്ന കൾട്ട് കേരളത്തിൽ മാത്രമുള്ളതാണ്. തമിഴകത്താണെങ്കിൽ അയ്യനാർ എന്നുള്ള ഒരു കൾട്ടാണ്. ഇതൊന്നും വടക്കേ ഇന്ത്യയിലേക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഹിന്ദുവൽക്കരിക്കപ്പെട്ട മഹായാന ബോധിസത്വന്മാരാണ്. അവലോകിതേശ്വര ബോധിസത്വനെയാണ് അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്.
അപ്പോ മഹായാനത്തിലും വജ്രയാനത്തിലും കൂടി ഹിന്ദുവൽക്കരിക്കപ്പെട്ട ബോധിസത്വ രൂപങ്ങളാണ്, അല്ലെങ്കിൽ ബൗദ്ധ രൂപമാതൃകകളാണ് അയ്യപ്പനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ശാസ്താവ് ഒരു ചരിത്രാവലോകനം എന്ന മട്ടിൽ സി വി കുഞ്ഞിരാമൻ ദീർഘമായിട്ടുള്ള ഉപന്യാസങ്ങൾ 1910കളിൽ തന്നെ എഴുതുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലെ മതപരിവർത്തനവാദം വളരെ പ്രമാദമായ രീതിയിൽ അഴിച്ചുവിട്ടത് സി വി കുഞ്ഞിരാമനാണ്. മാരാമൺ ക്രൈസ്തവ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് കൺവെർഷനെ കുറിച്ച് ഒരു മഞ്ഞപ്പുസ്തകം തന്നെ സി വി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1936 ക്ഷേത്രപ്രവേശനത്തിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ ഈ സി വിയുടെ മഞ്ഞപ്പുസ്തകവും ഈഴവരുടെ മതം മാറ്റത്തെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനവും കൂടിയാണ്. ഏത് സഭയിലേക്ക് പോകണം എന്ന ഒരു പ്രശ്നം മാത്രമേ അന്ന് സി വി പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. വലിയ സമ്മർദ്ദതന്ത്രങ്ങളുടെ ആളാണ്. 2 പത്രങ്ങളിൽ ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതുന്ന തരത്തിലുള്ള ഒരു പത്രാധിപരും കൂടിയായിരുന്നു സി വി. അപ്പോൾ സി വി കുഞ്ഞിരാമൻ ഈ ബുദ്ധമത പ്രസ്ഥാനത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അതേസമയം മൂർക്കോത്തുകുമാരനും ടി കെ മാധവനും ആശാനും ഇതിന് വളരെ എതിരായിരുന്നു. മതപരിവർത്തനം അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്ന അടിസ്ഥാന മനുഷ്യാവകാശത്തെ അവർക്ക് ആ കാലത്ത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നാരായണ ഗുരുവാകട്ടെ ഈ കാര്യത്തിൽ ഏറ്റവും ഉദാരമായ ബഹുസ്വരമായ നിലപാടാണ് എടുക്കട്ടെ. മതം ഏതുമാകട്ടെ, മനുഷ്യർ നന്നായാലും, ഞാൻ ജാതി മാത്രമല്ല മതത്തെയും വിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മഹാസന്ദേശം. നാം ഒരു ജാതിയിലും ഒരു മതത്തിലും ഉൾപ്പെടുന്നില്ല. ആ സംഘടനയെ തന്നെ ജാത്യാഭിമാനം കൂടിയതുകൊണ്ട് നാം പ്രവൃത്തിയിൽ നിന്നും മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ ജയരഘു ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ പ്രബുദ്ധ കേരളത്തിന്റെ അന്നത്തെ എഡിറ്റർ ഞാൻ ജാതി മതങ്ങളെ വിട്ടിരിക്കുന്നു എന്നതിൽ ജാതി മാത്രം, നമുക്ക് ജാതിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അദ്ദേഹം മതമില്ല എന്നും കൂടി പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിൽ എഴുതി കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം മതങ്ങൾക്കും അതീതനായി മാറിയ കാര്യം പല പ്രബുദ്ധ കേരളം എഡിറ്റർമാരും തമസ്കരിച്ചു. കാരണം ഹിന്ദു മതത്തെ അങ്ങനെ വിടുന്നത് പലർക്കും, പ്രത്യേകിച്ചും ജാതി ഹിന്ദു പശ്ചാത്തലമുള്ള പല മാധ്യമ വ്യക്തികൾക്കും അത്ര സ്വീകാര്യമായി തോന്നിയില്ല. അതുകൊണ്ട് നമുക്ക് ജാതിയില്ല എന്ന് മാത്രമുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം ഏകപക്ഷീയമായി പ്രചരിപ്പിക്കുകയും നാം ജാതി മതങ്ങളെ വിട്ടിരിക്കുന്നു എന്ന കാര്യം പലരും മൂടിവെക്കുകയും ഒക്കെയാണ്. പല രാഷ്ട്രീയ കക്ഷികളും പോലും ആ രീതിയിലേക്ക് അത് ആവർത്തിക്കുന്ന രീതിയിലേക്ക് ഉള്ള ചരിത്ര നിരക്ഷരത കാണിക്കുകയുണ്ടായി അടുത്ത കാലത്ത്. അപ്പൊ ഏതായാലും ഈ പ്രബുദ്ധരായിട്ടുള്ള നാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സഹോദരൻ മിതവാദി, സി വി കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ മൂലൂർ. പുലവൃത്തങ്ങൾ എഴുതിക്കൊണ്ടാണ് മൂലൂർ തന്റെ ആത്മസാഹോദര്യത്തെ വ്യക്തമാക്കിയത്. കുറുമ്പൻ ദൈവത്താൻ എന്ന് പറയുന്ന ദളിത് ലീഡറുമായിട്ട് ചേർന്നുകൊണ്ട് പുലവൃത്തങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം പുലയരെക്കുറിച്ചും അടിത്തട്ടിലുള്ള ജനതയെക്കുറിച്ച്, നാരായണ ഗുരുവിന്റെ യഥാർത്ഥ സിദ്ധാന്തം അടിത്തട്ടിലേക്ക് കീഴ്ത്തട്ടിലേക്ക് ഇറങ്ങുക, ജാതിയുടെ ആ അഭിവാഞ്ചയെ അല്ലെങ്കിൽ ജാതിയുടെ മേലോട്ടുള്ള കാമനയെ, തൃഷ്ണയെ തകർത്തുകൊണ്ട് അടിത്തട്ടിലുള്ള ജനതയുമായി ഏകോദര സഹോദരങ്ങളായി ജീവിക്കുക, ദലിതരുമായി ഐക്യം, പരിപൂർണമായ സാഹോദര്യവും ഐക്യവും പ്രാപിക്കുക, അതിലൂടെ മാനവീകരിക്കപ്പെടുക. തനിക്ക് മേലെ ആരുമില്ല എന്ന് പറയണമെങ്കിൽ തനിക്ക് താഴെയും ആരുമില്ല എന്ന് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. അതാണ് സഹോദരൻ യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതിന്റെ ഒരു പൂർവ്വ മാതൃക ആറാട്ടുപുഴയിലുണ്ട്, അതുപോലെ തന്നെ മൂലൂരിലുണ്ട്. കുറുമ്പൻ ദൈവത്താനുമായി സാഹോദര്യം പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മൂലൂരിന്റെ ഡയറി, പ്രശസ്തമായ ഡയറി പരിശോധിച്ചാൽ ഓരോ ദിവസവും അദ്ദേഹം ദലിതരുടെ യോഗങ്ങളിലും പ്രക്ഷോഭങ്ങളിലും അവരുടെ വിദ്യാഭ്യാസ പ്രവേശനത്തിന് വേണ്ടിയുള്ള സ്കൂൾ സമരങ്ങളിലും പങ്കെടുത്തിരിക്കുന്നതായിട്ടാണ് അദ്ദേഹം ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയ്യങ്കാളിയുടെ ഡയറി പരിശോധിച്ചാലും നമുക്കത് വ്യക്തമാകും. ആശാനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ച് പോലും, നാരായണഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ച, ആശാനുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇതൊക്കെ അയ്യങ്കാളി പോലും രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറികൾ, അതുപോലെ തന്നെ സഹോദരന്റെ പ്രേരണയാലാണ്, സഹോദരന്റെ വളരെ വാത്സല്യത്തോടുകൂടെയുള്ള, സഹോദരനേക്കാളും മുതിർന്ന ആളാണ് മൂലൂർ, എങ്കിൽ പോലും അദ്ദേഹവുമായി കവി എന്ന നിലയിൽ വളരെ ആത്മസഹോദര്യം ഉണ്ടായിരുന്നു. അപ്പൊ സഹോദരന്റെ പ്രേരണ കൊണ്ടാണ് താൻ പാലി പഠിക്കുകയും പാലി ഭാഷ
ബുദ്ധിസത്തിന്റെ ഗോസ്പൽ ലോകം മുഴുവൻ, സൗത്ത് ഏഷ്യ മുഴുവൻ പ്രചരിച്ച പാലി ഭാഷ പഠിക്കുകയും ബുദ്ധൻ സുവിശേഷം പറയാൻ ഉപയോഗിച്ച ജനഭാഷയാണ് പാലി. അദ്ദേഹം സംസ്കൃതത്തിൽ ഒരു വരി പറയുകയോ എഴുതുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല. അദ്ദേഹം പാലിയിലാണ് ജനങ്ങളുടെയും സ്ത്രീകളെയും തൊട്ടുകൂടാത്തവരെയും മിഷണറിമാരാക്കുകയാണ് ബുദ്ധൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച പാലി എന്ന ജനഭാഷ പഠിക്കുകയും ആ പാലിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് ധമ്മപദം വിവർത്തനം ചെയ്യുകയും ചെയ്തു. ഇത് സഹോദരന്റെ പ്രേരണയാലാണ്, സ്നേഹബുദ്ധിയാലുള്ള നിരന്തര പ്രേരണയാലാണ് താൻ ധമ്മപദം പാലിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് എന്ന് ഏതാണ്ട് 1920-കളിൽ നടത്തിയ ഈ പരിഭാഷയുടെ അവസാനം കാവ്യത്തിൽ തന്നെ മൂലൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോഴും ലഭ്യമാണ്. മൂലൂർ സ്മാരക കമ്മിറ്റി ഇലവന്തിട്ട പ്രസിദ്ധീകരിച്ച, പത്തനംതിട്ടയിലെ ഇലവന്തിട്ടയിൽ മൂലൂർ സ്മാരക കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ധമ്മപദം നമുക്ക് ലഭ്യമാണ്. ഇപ്പോഴും അച്ചടിയിലുണ്ട്. സാഹിത്യ അക്കാദമിയുടെ സഹോദരന്റെ പദ്യകൃതികൾ, സാഹിത്യ അക്കാദമി ശ്രീ പൂയപ്പള്ളി തങ്കപ്പൻ എഡിറ്റ് ചെയ്ത പദ്യകൃതികൾ ലഭ്യമാകുന്നത് പോലെ തന്നെ മൂലൂരിന്റെ പുലവൃത്തങ്ങളും ധർമ്മപദ വിവർത്തനവും നമുക്ക് ലഭ്യമാണ്. ആ കാവ്യത്തിന്റെ അവസാനം, ബുദ്ധവചനം അവസാനിപ്പിക്കുമ്പോൾ മൂലൂർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹോദരൻ എന്നെ വിടാതെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് മാത്രമല്ല, രണ്ടാമതൊരു വിവർത്തനം ജസ്റ്റിസ് അയ്യാക്കുട്ടിയെ കൊണ്ട് നടത്തിച്ചതും സഹോദരൻ തന്നെയാണ്. സഹോദരന്റെ മറ്റൊരു പ്രേരണ കൊണ്ടാണ് ഇംഗ്ലീഷിലുള്ള ധർമ്മപദ വിവർത്തനങ്ങൾ, അതുപോലെ തന്നെ അംബേദ്കറും മറ്റും പ്രശംസിച്ചിട്ടുള്ള പാലിയല്ല ചൈനീസ് ഭാഷയിൽ നിന്നുള്ള ധർമ്മപദത്തിന്റെ വിവർത്തനങ്ങൾ. കാരണം 6-ാം നൂറ്റാണ്ട് മുതൽ ഇത് പലപ്പോഴും ചൈനയിലേക്ക് ബുദ്ധിസം എത്തിപ്പെടുകയുണ്ടായി. ബോധിധമ്മനെ പോലെയുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള അദ്ദേഹം കൊടുങ്ങല്ലൂർ വഞ്ചിയിൽ നിന്ന് പോയോ അതോ കാഞ്ചിയിൽ നിന്ന് പോയോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ. ബോധിധർമ്മൻ ഏതായാലും 6-ാം നൂറ്റാണ്ടിൽ ചീനത്തെത്തുകയും അവിടെ ഈ കളരിയെ കരാട്ടെ എന്ന രീതിയിൽ ഷാവോലിൻ കുങ്ഫു ആയിട്ടും ഒക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഏതായാലും അവിടെ ധമ്മപദം 6-ാം നൂറ്റാണ്ട് മുതൽ പ്രചരിപ്പിച്ചിരുന്നു. അംബേദ്കർ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ചൈനീസ് ധമ്മപദമാണ്. ആ ചൈനീസ് ധമ്മപദവും അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ജസ്റ്റിസ് അയ്യാക്കുട്ടിയെ കൊണ്ട് രണ്ടാമതൊരു വിവർത്തനം നടത്തിച്ചതും സഹോദരനാണ്. പിന്നെ നമുക്കറിയാം കൊടുങ്ങല്ലൂർ കാവിന്റെ ചരിത്രം, കേരളത്തിന്റെ ബൗദ്ധ ചരിത്രം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അലരിയുടെ മുമ്പിൽ ദിവാസ്വപ്നം. ഇങ്ങനെ നിരവധി കവിതകളിലൂടെ അല്ലെങ്കിൽ പദ്യകൃതികളിലൂടെ, അദ്ദേഹം കവിത എന്ന് അവകാശപ്പെട്ടിട്ടില്ല, പക്ഷേ സുബ്രഹ്മണ്യം വക്കീല് തന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ കേരളത്തിലെ ഒരു മഹാകവി ആയേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സഹോദരൻ 1950-കളിൽ തന്നോട് പറഞ്ഞതായി സുബ്രഹ്മണ്യം വക്കീൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ആമുഖത്ത്. അപ്പോൾ അദ്ദേഹം തന്റെ കവിതയിൽ, അതുപോലെ കുസുമം എന്ന അദ്ദേഹത്തിന്റെ അതൊരു തുലികാനാമമാണ്, അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പഠനത്തിൽ ഇത്രയും വിശകലനാത്മകമായി ഇത്രയും ആണ്ടിറങ്ങി സഹോദരന്റെ കവിതയെക്കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു പഠനമാണത്. അത് പ്രത്യേക തരത്തിലുള്ള ഒരു ഈസ്തറ്റിക്സ് തന്നെയാണ്. അദ്ദേഹം ഈസ്തറ്റിക്സിനെ കുറിച്ച് പുതിയ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈസ്തറ്റിക്സിനെ ലാവണ്യവാദികൾ അവതരിപ്പിക്കുന്നത് സൗന്ദര്യശാസ്ത്രം എല്ലാത്തിനും ഉപരിയാണ്, എല്ലാത്തിനും അപ്പുറത്താണ്, ലോകയാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ എവിടുന്നോ കെട്ടിയിറക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിലാണ്. അത് തികച്ചും മൗലികവാദപരവും സമഗ്രാധിപത്യപരവുമാണ്. കാരണം അത്തരം ഈസ്തറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ ഫാഷിസത്തിന്റെ കവലാളികളായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, എസ്രാ പൗണ്ടിനെ പോലെയുള്ള യൂറോപ്യൻ ഫാഷിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എസ്രാ പൗണ്ട്, ടി.എസ്. എലിയറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പല കവികളും ഫാഷിസത്തിന്റെ കൊള്ളൂത്തുകാരായിരുന്നു. മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയൊക്കെ ആരാധകരാകുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കലാമൗലികവാദികൾ സമൂഹത്തെ, രാഷ്ട്രീയത്തെ, ചരിത്രത്തെ, ജനതയെ കാണാത്ത കവികളും കലാകാരന്മാരും ഒക്കെ ലാവണ്യവാദത്തിന്റെ ആന്ധ്യത്തിൽ, മൗലികതയിൽ അഭിരമിക്കാറുണ്ട്. പക്ഷെ സഹോദരൻ ആ രീതിയിലല്ല തന്റെ ലാവണ്യത്തെ അല്ലെങ്കിൽ തന്റെ കാവ്യ അനുശീലനത്തെ, കാവ്യമീമാംസയെ വികസിപ്പിച്ചത് അദ്ദേഹം വളരെ നൈതികമായ രീതിയിൽ. നാരായണഗുരുവിന്റെ കവിതയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതുപോലെ വളരെ നൈതികമായ ഒരു ലാവണ്യം, വളരെ ലളിതമായ, വളരെ നൈതികമായ നീതിബോധത്തിന് പ്രാഥമികത കൊടുക്കുന്നത്, അല്ലെങ്കിൽ ധമ്മത്തിന്, ധമ്മചിന്തയ്ക്ക്, എത്തിക്സിന് പരമപ്രാധാന്യം, ധമ്മമേ മാർഗം, അന്യമായ ഒന്നുമില്ലതെ എന്നാണ് സഹോദരൻ പറയുന്നത്. അപ്പൊ മലയാളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ബൗദ്ധ കാണ്ഡം വരുന്നത് സഹോദരന്റെ കവിതയിലാണ്.
അതാണ് ഏതാണ്ട് 12ഓളം കവിതകൾ വരുന്ന ഒരു ബൗദ്ധകാണ്ഡം അദ്ദേഹത്തിന്റെ പദ്യകൃതികളിൽ നമുക്ക് കാണാം. 8 കാണ്ഡങ്ങളായിട്ടാണ് അദ്ദേഹത്തിന്റെ പദ്യകൃതികളെ വിഭജിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ധമ്മം അതിലാണ് തുടങ്ങുന്നത്. ധമ്മകാണ്ഡം, രാജകാണ്ഡം എന്ന രീതിയിൽ പൊളിറ്റിക്സ്, രാജനീതി, പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിന്റെ പ്രാഥമികത, അതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ആശയലോകം. ഡെമോക്രസിയെ തന്നെ, ജനായത്വം തന്നെ വളരെ വിമർശാത്മകമായി റീഡിഫൈൻ ചെയ്യുകയും ആധുനികമായി കേരളീയ സന്ദർഭങ്ങൾക്കനുസരിച്ച് ജാതി സമൂഹത്തിന്റെ ഗ്രേഡഡ് ഇനിക്വാളിറ്റിയെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള ജനങ്ങൾക്ക് കൊടുക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ച്, പുറന്തള്ളപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രാതിനിധ്യത്തെക്കുറിച്ച്, ആഭ്യന്തര ജനായത്വത്തെക്കുറിച്ചൊക്കെയുള്ള വളരെ ബോധത്തോടുകൂടി, മൈനോറിറ്റി ക്വസ്റ്റ്യനെ കുറിച്ച്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ഒരു പ്രമാദ ഭരണമായി മാറാവുന്ന ജനായത്വത്തെ ഏതൊക്കെ രീതിയിൽ നിയന്ത്രിക്കണമെന്നും, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിൽ ന്യൂനവിഷയികൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പ്രായപൂർത്തി വോട്ടവകാശ പ്രക്ഷോഭം, പ്രാതിനിധ്യ പ്രക്ഷോഭം, സംവരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ തുടക്കം കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ ഒരു വലിയ സെമിനാറുകൾ തന്നെ, പരമ്പര തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. സഹോദരന്റെ ഈ ഓരോ രംഗത്തുമുള്ള, അല്ലെങ്കിൽ സാമൂഹ്യ നീതിയെക്കുറിച്ച് മാത്രമുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കണമെങ്കിൽ ഒരു സെമിനാർ തന്നെ, ഒരു ത്രിദിന സെമിനാർ തന്നെ നടത്തിയാലും തീരുകയില്ല. അല്ലെങ്കിൽ പിന്നെ സ്ത്രീ സമത്വത്തിനു വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന പല ബില്ലുകളും, മിതവാദിയുമായി അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള സംവാദം സ്ത്രീ സമത്വ വിഷയത്തിൽ, അതുപോലെ മിശ്ര വിവാഹത്തിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന സിവിൽ മാരേജ് ആക്ട്, ഇന്ന് മിശ്ര വിവാഹവും മറ്റ് രജിസ്റ്റർ വിവാഹങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടങ്ങൾ, നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതുപോലെ മരുമക്കത്തായ തീയ ബില്ല്, മക്കത്തായ തീയ ബില്ല്, ഇങ്ങനെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഇഴവരുടെയും തീയരുടെയും വില്ലവരുടെയും മറ്റ് പിന്നോക്ക സമുദായങ്ങളുടെയും ഒക്കെ സാമൂഹ്യ ആഭ്യന്തര സാമുദായിക പരിഷ്കരണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന നിയമപരിഷ്കരണങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ നമുക്ക് സമയം തികയുകയില്ല. അല്ലെങ്കിൽ അതിന് വീണ്ടും ദീർഘമായിട്ടുള്ള പ്രത്യേക പഠനങ്ങളും ചർച്ചകളും തന്നെ ആവശ്യമാണ്. ഇപ്പം ഏതായാലും സഹോദരന്റെ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവന ഈ പറഞ്ഞ രീതിയിൽ ഹിന്ദുത്വത്തെ അപനിർമ്മിച്ചുകൊണ്ട്, ബ്രാഹ്മണികമായ അധീശ മതത്തെ വിമർശിച്ചുകൊണ്ട്, യുക്തിചിന്തയുടെയും സാഹോദര്യത്തിന്റെയും അതുപോലെ മാനവികമായ ജനായത്വ ബോധത്തിന്റെയും ഒരു വിപുലമായിട്ടുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയത്തെ, ഒരു സംസ്കാരത്തിന്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം തന്റെ എഴുത്തിലും ഭാഷണത്തിലും കൂടെ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാരായണഗുരുവിൽ നിന്ന് വികസിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു സങ്കല്പനമാണ് സാഹോദര്യം എന്നുള്ളത്. തന്റെ ജേണലിന് 17 അദ്ദേഹം സഹോദരൻ എന്ന് പേരിട്ടു. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ജനങ്ങൾ, അടിത്തട്ടിലുള്ള ജനങ്ങൾ, ദലിത ബഹുജനങ്ങൾ അദ്ദേഹത്തെ സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ മറ്റു രീതിയിലും വിളിച്ചിരുന്നു, പുലേനയ്യപ്പൻ എന്നും വിളിച്ചിരുന്നു. അത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ ബിരുദമായിട്ട് BL കാരനായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മാത്രമല്ല, മദ്രാസിലൊക്കെ പോയി, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും അതുപോലെ പഴയ മഹാരാജ തിരുവനന്തപുരത്തെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് മഹാരാജ് കോളേജിലൊക്കെ പോയിട്ടാണ് BA ബിരുദമൊക്കെ എടുത്തത്. മദ്രാസിൽ വെച്ചാണ് അദ്ദേഹം നാരായണഗുരുവുമായിട്ട് കൂടിക്കാഴ്ച തന്നെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മദ്രാസിൽ പോയിട്ട് ആദ്യം പ്രസിഡൻസി കോളേജിലും പിന്നെ ആദ്യം ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ ശ്രമിച്ചു, കിട്ടിയില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഫണ്ടിങ് തികയാതെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് നിർത്തേണ്ടി വന്നു. പിന്നെ പ്രസിഡൻസി കോളേജിൽ ചേർന്നു, അവിടെ എന്തോ പ്രവേശന പരീക്ഷയിൽ പ്രശ്നമായി. ഇങ്ങനെയൊക്കെ മദ്രാസിൽ നിൽക്കുന്ന സമയത്താണ് നാരായണഗുരു അദ്ദേഹത്തിന്റെ ഹോസ്റ്റലിൽ, അദ്ദേഹം താമസിച്ച ഹോസ്റ്റലിൽ വരികയും അവിടെ വെച്ചാണ് നാരായണഗുരുവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ചേറായിൽ വെച്ച് ഉള്ള കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അപ്പം ഈ രീതിയിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു എന്താണ് ഗുരുശിഷ്യ ബന്ധം, വളരെ ആഴത്തിലുള്ള, വളരെ അഗാധമായ ഒരു ഗുരുശിഷ്യ ബന്ധം. ഏറ്റവും വലിയ യുക്തിവാദിയാണ് അദ്ദേഹം. തന്റെ ഗുരുവിനെ തന്നെ ഉല്ലംഘിക്കുന്ന രീതിയിലുള്ള യുക്തി ആദർശം അദ്ദേഹം കാണിക്കുകയും
മാത്രമല്ല ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സിദ്ധാന്തത്തെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധമ്മം, വേണം ധമ്മം, വേണം ധമ്മം യഥോചിതം എന്നും പരിഷ്കരിച്ച് മാറ്റി എഴുതുകയും കൂടി ചെയ്ത ഒരു വ്യക്തിയാണ്. നാരായണഗുരു പോലും അതിനെ അംഗീകരിച്ച് ആദരിക്കുകയാണ് ഉണ്ടായത്. നാരായണഗുരുവിനോട് പലരും ഇത് ഏഷണിയായി പറഞ്ഞു കൊടുത്തു. നോക്കൂ, അയ്യപ്പൻ ഇങ്ങനെ താങ്കളുടെ സിദ്ധാന്തത്തെ, മുദ്രാവാക്യത്തെ മാറ്റി എഴുതുന്നു. അപ്പോ നാരായണഗുരു പറഞ്ഞത്, വളരെ മോദസ്ഥിതനായി മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയും ആവാം, അയ്യപ്പൻ പറയുന്നതും ശരിയാണ്, അങ്ങനെയും വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഭൗതിക അവസരമുണ്ട്, അങ്ങനെ ഒരു വ്യാഖ്യാന സാധ്യതയുണ്ട്, അതിനെ നാം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം എന്ന വളരെ ഉദാരമായ നിലപാടാണ് അദ്ദേഹം എടുത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ള അദ്ദേഹം നാരായണഗുരുവിൽ നിന്ന് സ്വീകരിച്ച് വികസിപ്പിച്ച ഏറ്റവും വലിയ ഒരു സാമൂഹ്യ സങ്കല്പനം എന്ന് പറയുന്നത് സാഹോദര്യം തന്നെയാണ്. സാഹോദര്യം മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ലോകത്തിൻ്റെയും ആ മൈത്രി ബോധം, ബുദ്ധൻ അവതരിപ്പിക്കുന്ന മുദിത്വം, മൈത്രി എന്ന് പറയുന്ന ആ വിശാലമായിട്ടുള്ള പ്രപഞ്ച ബോധം, പ്രപഞ്ച വീക്ഷണം, വളരെ നൈതികമായ അപരോന്മുഖമായ, അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറയുന്ന ആ കർത്തൃത്വാന്തരമായ നൈതികത, നീതിബോധം, ആത്മത്തെ പോലും അല്പമൊന്ന് മാറ്റിക്കൊണ്ട് അപരത്തെ അംഗീകരിക്കുന്നു. അതിനെയാണ് നൈതികത, എത്തിക്സ് എന്ന് പറയുന്നത്. അക്നോളജ്മെന്റ് ഓഫ് ദി അതർ. ആ അപരത്വത്തെ സ്വീകരിച്ചുകൊണ്ട്, ആശ്ലേഷിച്ചുകൊണ്ട്, സ്വാഹോദര്യത്തോടുകൂടി സർവ സമത്വത്തിലേക്കുള്ള ഒരു നൈതിക വീക്ഷണമാണ് ആ സാഹോദര്യം. എല്ലാവരും ആത്മസഹോദരരെന്നല്ലോ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന് നാരായണഗുരു അതിനെ വളരെ യുക്തിയുക്തമായിട്ടാണ് വിശദീകരിക്കുന്നത്. എല്ലാവരും ആത്മസഹോദരങ്ങളായതുകൊണ്ടാണ് കൊല്ലാൻ പാടില്ല എന്നുള്ള ചിന്തയിലേക്ക് അദ്ദേഹം വരുന്നത്. ആ കാരുണ്യത്തെ, അനുകമ്പയെ പോലും യുക്തീകരണത്തോടു കൂടിയാണ് നാരായണഗുരു അവതരിപ്പിക്കുന്നത്. അതേ യുക്തിയുടെ ഒരു പരിസരത്ത് നിന്ന് വളരെ ബൗദ്ധികവും നൈതികവുമായ ഒരു സാഹോദര്യ വീക്ഷണം സഹോദരൻ ഉണ്ടാക്കുകയാണ്. സഹോദര ഗാനം അല്ലെങ്കിൽ മിശ്ര വിവാഹ ഗാനം, സമുദായ ഗാനം, ഇതിലൊക്കെയാണ് ഈഴവോത്ബോധനം, ഇതിലൊക്കെയാണ് സഹചരെ, സഹോദരങ്ങളെ, സഖാക്കളെ എന്നൊക്കെയുള്ള ആ അഡ്രസ് പോലും, അഭിസംബോധന, സഖാക്കളെ എന്ന അഭിസംബോധന പോലും സഹോദരനാണ് കേരളത്തിന്റെ ഭാഷാബോധത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ രീതിയിൽ സഹോദര്യം സ്നേഹത്താൽ ധർമ്മചിന്തയിലേക്ക് വരുന്ന ഒരു വീക്ഷണമാണ് സഹോദരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നീതിബോധം, നീതിക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ ധർമ്മത്തിന് തുല്യമായി അദ്ദേഹം കൊടുക്കുന്നത് സ്നേഹം എന്ന വാക്ക് തന്നെയാണ്. സ്നേഹമാർന്ന നീതിബോധം, സ്നേഹമുള്ളത് കൊണ്ടാണ് ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നത്. അപ്പോൾ നീതിയെയും സ്നേഹത്തെയും ഏതാണ്ട് പരസ്പരം ചേർക്കുന്ന, യുക്തിസഹമായി ചേർക്കുന്ന ഒരു നൈതിക ലാവണ്യ ബോധമാണ് സഹോദരൻ അവതരിപ്പിച്ചത്. ലവ് എത്തിക്സ് എന്ന് പറയുന്ന ആ സ്നേഹനീതിയുടെ അല്ലെങ്കിൽ സ്നേഹധാർമ്മികതയുടെ, സാഹോദര്യത്തിൻ്റെ, സഹഭാവത്തിൻ്റെ ഒരു ബഹുസ്വര വിനിമയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിത പോരാട്ടങ്ങളും സംഭാവനകളും ദർശനങ്ങളും തികച്ചും ബഹുസ്വരമാണ്, ആത്മകമല്ല അല്ലെങ്കിൽ ഏകശിലാരൂപമായിട്ടുള്ള ഒരു ദർശനമല്ല അദ്ദേഹം അവതരിപ്പിച്ചത്. തൻ്റെ ഗുരുവായ നാരായണഗുരുവിനെ പോലെ തന്നെ വളരെ ബഹുസ്വരമായ, വളരെ ഉദാരമാണ്. അതേസമയം നീതിനിഷ്ഠയുടെ കാര്യത്തിൽ ഒട്ടും പിഴവ് കാട്ടാത്ത അല്ലെങ്കിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത, കുറച്ചുകൂടി ആദർശനിഷ്ഠമായ, ഗുരുവിനെപ്പോലും ഉല്ലംഘിക്കുന്ന രീതിയിൽ, ഗുരുവിനെപ്പോലും മാറ്റി എഴുതുന്ന രീതിയിലുള്ള ആദർശനിഷ്ഠയോടുകൂടിയ ഒരു നീതിബോധവും സ്നേഹ സാഹോദര്യങ്ങളും വിപുലമായിട്ടുള്ള ഒരു ബഹുസ്വര സാംസ്കാരിക അവബോധവും പ്രവർത്തനവും സാമൂഹ്യ പ്രയോഗവുമാണ് സഹോദരൻ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഓരോ മേഖലയിലുമുള്ള പഠനങ്ങളെക്കുറിച്ച് വിപുലമായിട്ടുള്ള നിരവധി മറ്റ് ചെറിയ ചെറിയ സെമിനാറുകളോ അല്ലെങ്കിൽ ചർച്ചകളോ തന്നെ നാം നിരന്തരം നടത്തുകയും ഈ രീതിയിലുള്ള കേരളത്തിന്റെ ആധുനികത, കേരളത്തിന്റെ നവോത്ഥാന ആധുനികതയെ നാം ഈ ഭീഷണിയുടെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ സമഗ്രാധിപത്യത്തിന്റെ സന്ദർഭത്തിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരികയും
കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ള രാഷ്ട്രീയ ജാഗ്രതയുള്ള സംവാദങ്ങളിലേക്ക് ബഹുജനങ്ങളെ കൊണ്ടുവരികയും അതുവഴി നാരായണഗുരുവും സഹോദരനും ഉയർത്തിപ്പിടിച്ച നീതിയുടെയും മാനവികതയുടെയും ധാർമ്മികതയുടെയും ശാസ്ത്രചിന്തയുടെയും അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അധികം സന്ദർഭം കിട്ടിയില്ല. അതിനെക്കുറിച്ച് തന്നെ സയൻസ് ദശകം എന്ന സയൻസിന് കൂപ്പുന്നു ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഐ സല്യൂട്ട് സയൻസ് വിച്ച് ഇസ് ലിബറേറ്റീവ് എന്ന രീതിയിൽ. അപ്പോൾ ആധുനിക ശാസ്ത്രങ്ങളുടെ, ആധുനിക യുക്തിചിന്തയുടെ, നവബുദ്ധവാദത്തിന്റെ ഒക്കെ അദ്ദേഹം നടത്തുന്നത് വളരെ ബഹുസ്വരമാണ്. ഒരേ സമയം യുക്തിവാദി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നാരായണഗുരുവിനെ വിളിക്കുന്നത് സ്വാമി തൃപ്പാദങ്ങൾ എന്നാണ്. വേറെ ഒരു വാക്കും ഗുരുദേവൻ എന്ന് പോലും അദ്ദേഹം പറയില്ല. പിന്നെയോ അദ്ദേഹത്തിന്റെ ആ തിരുവടികൾ, കാലടികൾ തികച്ചും ബൗദ്ധമായ രീതിയിൽ, ജൈനവും ബൗദ്ധവുമായ രീതിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് നേരിട്ട് പോലും പരാമർശിക്കാതെ സ്വാമി തൃപ്പാദങ്ങൾ എന്ന് മാത്രമേ അദ്ദേഹം പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വലിയ യുക്തിവാദി സയൻസ് ദശകം എഴുതിയ അദ്ദേഹം തന്നെ ആത്മീയതയെക്കുറിച്ചുള്ള കവിതകളും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വളരെ വിപുലമാണ്, ഒരിക്കലും റിജിഡ് അല്ല, വളരെ വിപുലമായിട്ടുള്ള ബഹുസ്വരമായിട്ടുള്ള സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും നീതിചിന്തയുടെയും, അതാണ് രാഷ്ട്രീയത്തിന്റെയും നീതിയുടെയും പ്രാഥമികത, സാമൂഹ്യ നീതിയിലേക്കുള്ള ഒരു കാവ്യദർശനം, ഒരു മാനവിക സാഹോദര്യ ചിന്ത, ഇതൊക്കെയാണ് സഹോദരൻ ഉയർത്തിവിട്ടത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പുതിയ ചർച്ചകളുടെ ഒരു തുടക്കമായി മാത്രം ഇതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ നടത്തുകയും ഇവിടെ വരാൻ അവസരം ഒരുക്കുകയും ചെയ്ത എല്ലാ വിശിഷ്ട വ്യക്തികളെയും സംഘാടകരെയും ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുന്നു, അവരോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി കേട്ടുനിന്ന എല്ലാ നല്ല മനുഷ്യരെയും അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.